ഹലോ. അപ്പോൾ നമ്മൾ 3 ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തു അല്ലേ? ഓക്കെ. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ കൂടിയും നമ്മൾ ഫ്രം ദ ബ്രിട്ടീഷ് പീരീഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതുവരെ നോക്കി അല്ലേ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി, നന്നായിട്ട് കമ്പനി റൂളും ക്യൂയിൻ റൂളിൻ്റെ സമയത്ത് നോക്കി. അതിനുശേഷം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെയും 1947 ഇടയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ നോക്കി. അവിടുന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഫോർമുലേഷൻ നോക്കി, അതിൻ്റെ ഘടന നോക്കി, അതിലുള്ള ആൾക്കാരെ പറ്റി പഠിച്ചു അല്ലെ, അതിൻ്റെ പ്രവർത്തന രീതികളെ പറ്റി പഠിച്ചു, ആ ഫിലോസഫീസിനെ പറ്റി പഠിച്ചു. ഇനിയും കുറച്ച് ഫിലോസഫിക്കൽ രീതിയിലുള്ള ക്ലാസ് തന്നെയാണ് ഇനിയും വരുന്നത്. ബിക്കോസ് നമ്മളിനി കോൺസ്റ്റിറ്റ്യൂഷൻ പേജ് ബൈ പേജ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ പേജ് ബൈ പേജ് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഏതൊരു ബുക്കിനും ഒരു ആമുഖമുള്ള പോലെ ഭരണഘടനയുടെയും ആമുഖം എന്താണ്? പ്രിയാമ്പിളാണ് അല്ലേ? ഞാൻ എപ്പോഴും ക്ലാസ്സിൻ്റെ ടെംപ്ലേറ്റിൽ ഇവിടെ ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് നമ്മുടെ പ്രിയാമ്പിളാണ്. നമുക്ക് വളരെ പരിചിതമായൊരു കാര്യമാണ് പ്രിയാമ്പിൾ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിപ്പോൾ നമ്മൾ SCERT ടെക്സ്റ്റ് എടുത്താലും NCERT ടെക്സ്റ്റ് എടുത്താലും അവിടെ ഒരു 2-3 പേജുകൾക്ക് ഫോർവേഡിനൊക്കെ ശേഷം നമ്മുടെ പ്രിയാമ്പിൾ ഉണ്ട്. അപ്പോൾ പ്രിയാമ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ പ്രിയാമ്പിളിൽ പറയുന്ന ഐഡിയൽസും കാര്യങ്ങളും എന്താണ് എന്നുള്ളത് നമ്മളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പോളിറ്റിയുടെ എസൻസാണ് പ്രിയാമ്പിൾ അല്ലേ? അപ്പോൾ ആ ഫിലോസഫിക്കലായിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ ഫിലോസഫി മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തെ പല പല രാഷ്ട്രീയ തീരുമാനങ്ങളിലും ഭരണപരമായ തീരുമാനങ്ങളിലും പ്രിയാമ്പിൾ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ പല ജുഡീഷ്യൽ തർക്കങ്ങളിലും പ്രിയാമ്പിളിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് വലുതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതുമാണ്, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നതുമായിരിക്കും. സോ നമ്മൾ ഇനി പേജ് ബൈ പേജ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പേജ് ബൈ പേജ് മുന്നോട്ട് പോയി നമ്മൾ അങ്ങോട്ട് ആഴ്ന്നിറങ്ങാൻ പോവാണ്. സോ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ? റീടെൻഷൻ നന്നായിട്ട് നമുക്ക് വേണം. നമുക്ക് ഒരുപാട് സമയമില്ല. നമ്മൾ ഇത് ഒരുപാട് പ്രാവശ്യം റിവിഷൻ ചെയ്യാനുള്ള അവസരങ്ങളൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. സോ റീടെൻഷൻ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്? നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മുടെ തലയിൽ നിർത്തുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടിട്ടാണ്. സോ അങ്ങനെ മാക്സിമം ശ്രദ്ധയോടെ കേൾക്കാൻ നോക്കുക. ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് പിന്നെ ശ്രദ്ധ വരുമ്പോൾ അങ്ങനെയാണെങ്കിലും പതുക്കെ പതുക്കെ കുറച്ച് പാർട്സായിട്ട് തീർക്കുക. അങ്ങനെ മാത്രമേ നമ്മുടെ തലയിൽ അത് ഇരിക്കുകയുള്ളൂ. ഓക്കെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ചാപ്റ്റർ 3 ഞാൻ തീർത്തപ്പോൾ ഒരു ചെറിയൊരു സെക്ഷൻ ഞാൻ വിട്ടുപോയി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. കാരണം നമ്മുടെ ഭരണഘടനയിലെ പല പല ഭാഗങ്ങൾ പല പല സോഴ്സസിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉൾക്കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ആൾക്കാർ എടുത്തിട്ടുള്ള ഭരണഘടന നമുക്കറിയാം. ഒരു മോർ ദാൻ 60 കൺട്രീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയിട്ടുണ്ട്. അതുകൂടെ ഇതിൽ കവർ ചെയ്യുന്നു. അത് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് പ്രിയാമ്പിളിൻ്റെ കേസിലോട്ട് കയറും. ഓക്കെ. ഇപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ക്ലാസ്, ഈ പോളിറ്റിയുടെ ഈ സീരീസ് ആരെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയാൽ നമ്മുടെ ചാപ്റ്റർ 1 പാർട്ട് 1 തൊട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചാപ്റ്റർ 4ലാണ് എത്തിയിരിക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു കവറേജാണ്. നിങ്ങൾക്ക് PSCയുടെ എക്സാംസ് തൊട്ട് UPSC എഴുതുന്ന ആൾക്കാർക്ക് വരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലെവലിൽ ഉള്ളൊരു സിലബസാണിത്. ഒരു ലെക്ചേഴ്സാണ്. നമ്മൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂട്ടത്തിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ സോഴ്സസ് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ലയൺസ് ഷെയർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിംഹഭാഗം, അതിൻ്റെ ഒരു ഭരണപരമായ സ്ട്രക്ചറിൽ സിംഹഭാഗം ഉള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് ഞാൻ മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒബ്വിയസ്ലി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീസ് ഓഫ് ലെജിസ്ലേഷൻ ഫ്രം ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. അപ്പോൾ ഏകദേശം ഇന്ത്യ ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് വന്ന ഒരു നിയമം എന്ന നിലയ്ക്ക് തന്നെ നമ്മുടെ ഭരണഘടനയിലെ സിംഹഭാഗവും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അതിൽ എസ്പെഷ്യലി ഏതൊക്കെ ഭാഗങ്ങളാണ് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന തന്നെ ഫെഡറൽ സ്കീം അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്
1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ എന്താണുള്ളത്? പ്രവിശ്യകൾക്കും സെൻറ്ററിനും തമ്മിൽ എന്താ ഭരണപരമായൊരു ഡെലിഗേഷൻ, ആ ഒരു സ്കീം, ഒരു ഫെഡറലിസത്തിൻ്റെ സ്കീം ഉണ്ടല്ലോ. ഫെഡറലിസത്തിൻ്റെ ഉന്നമനം വന്നത്, അല്ലെങ്കിൽ ഫെഡറലിസം ഏറ്റവും കൂടുതൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലാണ് അല്ലേ. ഇപ്പോൾ പ്രവിശ്യകളിൽ എന്താ ഡയാർക്കി ഉണ്ടായിരുന്നു. ആ ഡയാർക്കി അബോളിഷ് ചെയ്തിട്ട് എന്താ സെൻട്രലാക്കി, പ്രവിശ്യകൾക്ക് കുറച്ചുകൂടെ ഓട്ടോണമസ് കൊടുത്തു. ഓട്ടോണമി എന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്വയംഭരണാവകാശം. അപ്പോൾ ഫെഡറലിസം എന്ന് പറഞ്ഞ തത്വത്തിന് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന രീതിയിലല്ലേ. ഫെഡറലിസം ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഒരു യൂണിയനിൽ അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്ത സ്റ്റേറ്റുകൾ ഒരു യൂണിയനായിട്ട്, ഒരു ഫെഡറേഷനായിട്ട് നിൽക്കുമ്പോൾ, അപ്പോൾ ഓരോരോ അതിനകത്തെ യൂണിറ്റുകൾക്കും അതിൻ്റേതായ ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ തത്വചിന്തയുടെ ഭാഗമാണ് ഫെഡറലിസം. ആ ഫെഡറലിസത്തിൻ്റെ സ്പിരിറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് 3 ലിസ്റ്റ് ഉണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ സംവിധാനങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ട വിഷയങ്ങൾ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സംസ്ഥാനം. കൺകറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയനും സ്റ്റേറ്റിനും അധികാരമുണ്ട്, പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ യൂണിയൻ്റെ പവർ സ്റ്റേറ്റിൻ്റെ പവറിനേക്കാൾ ഓവർ റൈഡ് ചെയ്യും. കേന്ദ്രത്തിൻ്റെ അധികാരത്തിനാണ് അവിടെ പ്രാമുഖ്യം കൂടുതൽ. എന്നാൽ ഇതേ രീതിയിലല്ല. ഇതിൻ്റെ ഒരു എസൻസ്, ഇതൊരു ഫെഡറലിസത്തിൻ്റെ എസൻസ് ആണ്. ഇത് വന്നിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. അതുകൊണ്ട് തന്നെ ഫെഡറൽ സ്കീം എന്ന് പറഞ്ഞത് നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. ഗവർണറുടെ ഓഫീസ് ഓഫ് ഗവർണർ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ്. അതും യൂണിയൻ്റെ ഒരു പ്രതിനിധിയായിട്ടല്ലേ ഒരു സ്റ്റേറ്റിൽ ഗവർണർ ഉള്ളത്. പിന്നെ ജുഡീഷ്യറിയുടെ ടേംസ്, പബ്ലിക് സർവീസ് കമ്മീഷൻസ് അല്ലേ, നമുക്കറിയാം. പിന്നെ എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനാണെങ്കിൽ നമുക്കറിയാം 3 ടൈപ്പ് എമർജൻസി ആണുള്ളത്. നാഷണൽ എമർജൻസി ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്, ഫൈനാൻഷ്യൽ എമർജൻസി ഉണ്ട്. ആ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 352 തൊട്ട് 60 വരെ. അതിനകത്ത് 352 നാഷണൽ എമർജൻസിയും 356, 65 സ്റ്റേറ്റ് എമർജൻസിയെക്കുറിച്ച് ഡീൽ ചെയ്യുന്നതും 360 ഫൈനാൻഷ്യൽ എമർജൻസിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്യാണ്. ഓർമ്മയില്ലാത്തവർ വീണ്ടും ആ കഴിഞ്ഞ ക്ലാസ്സിലുള്ള നോട്ട്സ് പോയിട്ട് റിവൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഒരു എമർജൻസിയുടെ കോൺസെപ്റ്റ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, സ്പെല്ലിംഗ് തെറ്റുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായിട്ടുള്ള ഡീറ്റെയിൽസും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ഈ ഒരു എടുത്ത പോയിൻറ്റ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ഫിലോസഫിക്കലായിട്ടുള്ള കാര്യം, അതായത് ഫെഡറൽ സ്കീം മാത്രമാണ് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം ഭരണപരമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഗവർണറുടെ ഓഫീസ്, അല്ലെങ്കിൽ ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, ഇതൊക്കെ വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവിടുന്ന് തന്നെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് കൊണ്ടുവന്ന രാജ്യം ആരാ? ബ്രിട്ടനാണ്. അപ്പോൾ ഒബ്വിയസ്ലി ബ്രിട്ടൻ്റെ ഭരണഘടനയിൽ നിന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് വേണ്ടേ? ഉണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടൻ എന്നും ഇന്ത്യയെന്നും ഈ ഭരണഘടനയിൽ നിന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കുന്നത് പാർലമെൻറ്റ് മന്ദിരമാണ്. പാർലമെൻറ്റ് മന്ദിരം ഓർക്കണം. നിങ്ങൾ ബ്രിട്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ പാർലമെൻറ്റും ഓർക്കണം. കാരണം ആ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അതും നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്. പിന്നെ റൂൾ ഓഫ് ലോ, നിയമത്തിൻ്റെ നിയമമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭരണകർത്താവ്. റൂൾ ഓഫ് ലോയാണ് ഏറ്റവും വലിയ ഭരണകർത്താവ്. അതല്ലാതെ ഒരു വ്യക്തി ഇറക്കുന്ന ഒരു ഡിക്രിയോ അല്ലെങ്കിൽ ഒരു കോടതിയുടെ അതൊന്നുമല്ല. ലോയാണ്. കോടതികളൊക്കെ ലോയിനെ സംരക്ഷിക്കാനാണ്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും നമ്മൾ പ്രചോദനം കൊണ്ടുവന്നതാണ്. പിന്നെ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, നിയമനിർമ്മാണ പ്രൊസീജിയർ. ഇപ്പോൾ നമുക്കൊരു നിയമനിർമ്മാണ പ്രൊസീജിയർ ഉണ്ടല്ലോ. ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, അത് സഭകളിൽ ചർച്ച ചെയ്യുന്നു, ആ സഭയിൽ ചർച്ച ചെയ്യുന്നു, ഈ സഭയിൽ ചർച്ച ചെയ്യുന്നു, പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നു. ആ ഒരു തരത്തിലുള്ള അതിൻ്റെ പ്രൊസീജിയർ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ നമ്മൾ ബ്രിട്ടനിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പും നമ്മൾ ബ്രിട്ടനിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. ഇന്ത്യക്ക് ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ അല്ലേ. നിങ്ങൾ വേറൊരു സ്ഥലത്തെ സിറ്റിസൺഷിപ്പ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന
താമസം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് ക്യാൻസൽ ആവും. ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു വാർത്തയുണ്ട്, ഗോവയിൽ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുമ്പോൾ ഇപ്പോൾ അവിടുത്തെ ഫോറിൻ രജിസ്ട്രേഷൻ ഓഫീസിലോട്ട് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കാരണം ഗോവ നമുക്കറിയാം നമ്മളെന്താ പോർച്ചുഗലിൻ്റെ കയ്യിൽ നിന്ന് ലിബറേറ്റ് ചെയ്തെടുത്താണ് അല്ലേ, നമ്മൾ പോർച്ചുഗീസിൻ്റെ കയ്യിൽ നിന്ന് ലിബറേറ്റ് ചെയ്തെടുത്ത ഒരു പ്രദേശമാണ് ഗോവ. അപ്പോൾ അവിടെ ഒരുപാട് പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോർച്ചുഗീസ് സാന്നിധ്യം, അതായത് 1961 എന്ന് പറഞ്ഞ ഇയറിന് മുമ്പ് നിന്നിരുന്ന ആൾക്കാർക്കും അവരുടെ 2 ജനറേഷൻ ഇങ്ങോട്ടുള്ള ആൾക്കാർക്കും പോർച്ചുഗലിലെ തലസ്ഥാനമായ ലിസ്ബണിൽ പോയിട്ട് അവർക്ക് അവിടെ സിറ്റിസൺഷിപ്പിന് കൊടുക്കാനുള്ള ഒരു ഈസി ആയിട്ടൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് റിനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾക്ക് ആ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ശുദ്ധീകരിച്ച് പുറത്ത് കളയേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ടല്ലോ. കാരണം ഒരാൾ പോർച്ചുഗീസ് സിറ്റിസൺഷിപ്പ് അല്ല വേറെ ഏത് സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചാലും അയാൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരനല്ലാതായി മാറും. മനസ്സിലായോ? അതുകൊണ്ട് സിംഗിൾ സിറ്റിസൺഷിപ്പ് അതും നമ്മളെന്താ ബ്രിട്ടൻ്റെ നിന്ന് സ്വീകരിച്ചതാണ്. പിന്നെന്താ ക്യാബിനറ്റ് സിസ്റ്റം അറിയാലോ. ഈ തിരഞ്ഞെടുത്ത് വിട്ട പ്രതിനിധികളിൽ നിന്ന് തന്നെ ഒരു ക്യാബിനറ്റ് ഉണ്ടാവുക, മന്ത്രിമാരുടെ ഭരിക്കാൻ. പിന്നെ പ്രെറഗേറ്റീവ് റിറ്റ്സ് നമ്മളെപ്പോഴും പറയുന്നതാണ്. നമ്മൾ ഏറ്റവും അവസാനം ഇട്ട മറ്റേ UPSCയിലെ ക്വസ്റ്റ്യൻസ്, പോളിറ്റിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തപ്പോഴും നമ്മൾ ഈ പ്രെറഗേറ്റീവ് റിറ്റ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു അല്ലേ. മാൻഡമസ്, കോവാറൻറ്റോ, സെർഷ്വറി, നമ്മുടെ മറ്റേ ഹേബിയസ് കോർപ്പസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അത് നിങ്ങൾ പോയി റിവൈസ് ചെയ്ത് നോക്കിയാൽ, ഞാൻ എപ്പോഴും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യം റിക്കറൻ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളൊരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ, ആ നോട്ട് നിങ്ങൾ പോയി റിവൈസ് ചെയ്യുക. ഇപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകെ ഞാനിപ്പോൾ മേ ബി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ പോയിന്റ് വരുമ്പോൾ പിന്നെയും അതെടുത്തിട്ട് ആ സ്ലൈഡ് എടുത്തിട്ട് നിങ്ങളോട് റിവൈസ് ചെയ്യാൻ പറയും. പക്ഷേ ആക്ച്വലി അത് നിങ്ങൾക്കൊരു കൺവീനിയൻ്റ് ആയിട്ട് ഉണ്ടാവില്ലെങ്കിലും നിങ്ങൾ ആ കംഫർട്ട് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ പോയിന്റ് കാണുമ്പോൾ തന്നെ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നോട്ടിലുണ്ടല്ലോ, നിങ്ങളുടെ ആ നോട്ടിൽ നിങ്ങൾ എഴുതി വെച്ച ആ ഭാഗം കറക്റ്റായിട്ട് പോയിട്ട് റിവൈസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് റീടെൻഷൻ വർക്ക് ചെയ്യുക. റീടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ ത്രോട്ട് റിവൈസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ അതിനെ ഉറപ്പിക്കണം. എസ്പെഷ്യലി പോളിറ്റി പോലൊരു സബ്ജക്റ്റ്. സോ നിങ്ങൾ പോവുക, നിങ്ങളത് നോക്കുക, എന്നിട്ട് വരിക. അതിങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ തുടരെ ഇനി ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ ഈ പ്രെറഗേറ്റീവ് റിറ്റ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾ ഇനിയും ഒരുപാട് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാണുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ ക്ലാസ്സിൻ്റെ നീട്ടം കൂട്ടുക എന്നുള്ളതിനെക്കാട്ടും നിങ്ങൾ ചെയ്യേണ്ട എന്താ, നിങ്ങൾ പോയിട്ട് ആ എഴുതി വെച്ച നോട്ടില്ലേ അത് റിവൈസ് ചെയ്യണം. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ റീടെൻഷൻ എന്നുള്ള പരിപാടി പ്രധാനമായിട്ടും നടക്കും. ഓക്കെ, അപ്പോൾ അത് നോക്കുക. പിന്നെ ബൈക്യാമറലിസം ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡാണ്, റിവൈസ് ചെയ്യാം. അപ്പോൾ പക്ഷെ അത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇത് മൈൻഡിൽ വെക്കുക. ഓക്കെ, പിന്നെ പ്രധാനമായിട്ടുള്ള അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ റൈറ്റ്സ് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം. കാരണം ഈ US നമ്മളിപ്പോൾ ഒരു ജനങ്ങളുടെ പ്രക്ഷോഭമോ എന്ത് കണ്ടാലും അവരവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ്. അവിടുത്തെ സിറ്റിസൺസ് എത്ര അവെയറാണ് അല്ലേ. എസ്പെഷ്യലി അവർക്ക് തോക്ക് കൊണ്ട് നടക്കാനുള്ള ഒരു അധികാരമുണ്ട്. അതിന് അവർ സെക്കൻഡ് അമെൻമെൻറ്റ്, ഐ ഹാവ് ദ റൈറ്റ് ടു മൈ സെക്കൻഡ് അമെൻമെൻറ്റ് എന്നെപ്പോഴും പറയുന്ന ആൾക്കാർ. അപ്പോൾ അതൊരു ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ അവിടെ. അപ്പോൾ അതിനർത്ഥം എന്താ, ഫണ്ടമെൻ്റൽ അവരുടെ അവകാശങ്ങൾ എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. ഇപ്പോൾ നമ്മളിവിടെ ആർട്ടിക്കിൾ 14 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റിക്കെതിരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കീവേഡായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മനസ്സിനെ കൊണ്ടിട്ട് നടക്കില്ലേ. അതുപോലെ റൈറ്റ്സ് എന്ന് പറഞ്ഞ കാര്യം അമേരിക്കക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ അവരെപ്പോഴും കൊണ്ടിട്ട് നടക്കുന്നൊരു വാക്കാണ്. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഓർക്കുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അമേരിക്കൻ ഭരണഘടനയുടെ സംവിധാനത്തിൽ നിന്നും നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നതും നമുക്ക് അമേരിക്കയായിട്ട് കോറിലേറ്റ് ചെയ്യാം. കാരണം എന്താ, നമുക്ക് ഈ ഒരു കേസിൽ പ്രധാനമായിട്ടും ബ്രിട്ടനെ എടുക്കാം, അമേരിക്ക എടുക്കാം. ബ്രിട്ടനെ എടുത്താൽ എന്താ, അവിടെയും പാർലമെൻറ്റും ജുഡീഷ്യറി ഉണ്ട്, അമേരിക്കയിലെ സെനറ്റും കോൺഗ്രസും ജുഡീഷ്യറിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുമ്പോൾ പാർലമെൻറ്റും ജുഡീഷ്യറിയും തമ്മിലുള്ള ഒരു പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും കാര്യം കൂടി എടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്, ബ്രിട്ടനിൽ പാർലമെൻറ്റിന് കുറച്ച് മേൽക്കൈ കൂടുതലാണ്, അമേരിക്കയിൽ കോർട്ടിന് കുറച്ച് മേൽക്കൈ കൂടുതലാണ്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും ഡ്യൂ പ്രോസസ് ഓഫ് ലോയും തമ്മിലുള്ള വ്യത്യാസം അല്ലേ, അതും പറഞ്ഞിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ US എന്താണ്, കോടതിയുടെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ്. കോടതിക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കോൺഗ്രസോ സെനറ്റോ പാസ് ചെയ്യുന്ന എന്തും സ്വീകരിക്കാമെന്നുള്ളതല്ല,
അത് കുറച്ച് ഫെയർ ആയിരിക്കണം, കുറച്ച് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂസിന് ചേരുന്നതായിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു വടിയെടുക്കാനുള്ള അധികാരം അവിടെ കോടതിക്ക് കൂടുതലുണ്ട്. അപ്പോൾ എന്താ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അത് എവിടെ നിന്നാണ് വന്നത്? അമേരിക്കയിൽ നിന്നാണ് വന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ്സായി ജുഡീഷ്യറിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ, അതിനോട് കണക്ട് ചെയ്ത് ജുഡീഷ്യൽ റിവ്യൂ, പാസ്സാക്കുന്ന നിയമങ്ങളെ ജുഡീഷ്യറി ഒരു ഭൂതക്കണ്ണാടി വെച്ച് അത് കറക്റ്റായിട്ടാണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഒരു സംവിധാനം, ആ ഒരു കാര്യം US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യാനുള്ളത് നമുക്ക് എപ്പോഴും കേൾക്കാം. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഓരോരോ വിവാദപരമായ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവിടെ ഡെമോക്രാറ്റ് പാർട്ടി, ഇദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയാണല്ലോ, ഡെമോക്രാറ്റ് പാർട്ടിയുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന് ഇംപീച്ച് ചെയ്യണം എന്ന് എപ്പോഴും പറഞ്ഞ് കേൾക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇംപീച്ച്മെൻറ്റ് എന്ന വാക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന വാക്കും പോലെ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെന്താ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതാണ്. റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്. അതുപോലെ തന്നെ എന്താ, പ്രസിഡൻറ്റിനെ പോലെ തന്നെ എന്താ, സുപ്രീം കോടതി ജഡ്ജിൻ്റെ റിമൂവലും ഹൈക്കോടതി ജഡ്ജിൻ്റെ റിമൂവലും വൈസ് പ്രസിഡൻറ്റിൻ്റെ റിമൂവലും US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ഇവരെ എടുത്ത് മാറ്റുന്നതും, പ്രസിഡൻറ്റിനെ എടുത്ത് മാറ്റുന്ന പോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിനെ, ഹൈക്കോടതി ജഡ്ജിനെയും വൈസ് പ്രസിഡൻറ്റിനെ എടുത്ത് മാറ്റൽ കുറച്ച് കൂടുതൽ എവിടുന്ന് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അത് നമ്മൾ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വളരെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. DPSP എന്താ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അഥവാ നിർദ്ദേശക തത്വങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിലും രാജ്യത്തെ ഭരണം എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് അതുള്ളത്. വളരെയധികം എന്താ, ഒരു സർക്കാരിനും ഭരണത്തിനും ഒക്കെ എപ്പോഴും ഒരു നല്ലൊരു കാര്യമല്ല ഒരു മാർഗ്ഗനിർദ്ദേശം ഉള്ളത്. അപ്പോൾ അത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആ മാർഗ്ഗനിർദ്ദേശം സ്വീകരിച്ചത്. അതുപോലെ തന്നെ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. ഈ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് കുറച്ച് മെമ്പേഴ്സിനെ രാജ്യസഭയിലോട്ട് നമുക്ക് നോമിനേറ്റ് ചെയ്യാമല്ലോ. എങ്ങനെ, 1 സെക്കൻഡ്, നമുക്ക് കുറച്ച് മെമ്പേഴ്സിനെ രാജ്യസഭയിലോട്ട് എപ്പോഴും നോമിനേറ്റ് ചെയ്യാം. അതായത് എനിക്ക് തോന്നുന്നു ഒരു 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം. ഏത്, ആർട്സ്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ് എന്നീ മേഖലയിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള 12 പേരെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം. ഇത് ആർട്ടിക്കിൾ 80 അനുസരിച്ചിട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 80 അനുസരിച്ചിട്ടാണ്. ഇത് നമ്മൾ അയർലൻഡിൻ്റെ ഒരു വളരെ യൂണീക്കായിട്ടൊരു ഫീച്ചറാണ്. കാരണം എന്താ, നമ്മൾ എലക്റ്റ് ചെയ്യപ്പെട്ട് വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കണം. അവർ എല്ലാ തരത്തിലുള്ള സമൂഹത്തിൻ്റെ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നവരായിരിക്കണം, അല്ലേ? അതിപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ, അല്ലെങ്കിൽ മറ്റ് ജെൻഡേഴ്സിൽ നിന്നോ, അല്ലെങ്കിൽ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട്, റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, റീജിയൻ എന്നൊക്കെ പറഞ്ഞ് പല അക്രോസ് ദി ഡിഫറെൻറ്റ് സ്ട്രാറ്റ് ഓഫ് ദ സൊസൈറ്റി പീപ്പിൾ ആർ ബീങ് റെപ്രസെൻറ്റഡ്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ആൾക്കാർക്ക് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും മത്സരിച്ച് വരണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ അവർ മാറി നിൽക്കും, അല്ലേ? ഇപ്പം നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം സിനിമാ നടൻ മുകേഷ് മത്സരിക്കുന്നു, അങ്ങനെ അതൊക്കെ ഇപ്പോൾ വന്ന കാര്യങ്ങളാണ്. എപ്പോഴും ഒന്നും നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് പറയാം ഇളയരാജയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് രാജ്യസഭയിലോട്ട്, സച്ചിൻ ടെണ്ടുൽക്കറെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കമൽഹാസൻ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള എമിനൻറ്റ് പേഴ്സണാലിറ്റീസിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ കൊണ്ടുവരണമല്ലോ. കാരണം അവരും അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഡിസ്കഷൻസും കൊണ്ടുവരണം. അത് അയർലൻഡിൽ നമ്മൾ എടുത്ത വളരെ യുണീക്കായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനും അയർലൻഡിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഈ 3 യുണീക്ക് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടത് DPSPയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭയും, അതുപോലെ തന്നെ ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റും നമ്മൾ അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വേറൊന്നാണ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ഫെഡറൽ തത്വങ്ങൾ അവിടുന്ന് എടുത്തു. പക്ഷേ ആ ഫെഡറൽ തത്വങ്ങൾ എടുക്കുമ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു 100% ഒരു ഭാഗത്തു നിന്നും എടുക്കാതെ എല്ലാത്തിൻ്റെയും നല്ലതും ചീത്തയും എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് ഫ്യൂഷനായി എടുക്കുന്നവരെ എടുത്തുകൊണ്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഫെഡറൽ തത്വങ്ങൾ എടുത്തെങ്കിലും ഒരു കംപ്ലീറ്റ് ഫെഡറേഷൻ ആകാൻ നമുക്ക് പറ്റില്ല. നമ്മളൊരു സ്ട്രോങ് സെൻറ്റർ ആയിരിക്കണം. അത് നമ്മൾ എടുത്തത് കാനഡയിൽ നിന്നാണ്.
കണ്ടോ? അപ്പോൾ നമ്മൾ കാനഡയിൽ നിന്ന് എടുത്തു. ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ എന്നുള്ളത് കാനഡയിൽ നിന്ന് എടുത്തു. റെസിഡ്യൂറി പവേഴ്സ് ഇൻ സെൻറ്റർ, അതായത് ഈ ലിസ്റ്റുകൾക്ക് ശേഷം ഈ എന്താ പറയുക, ഈ യൂണിയൻ സ്റ്റേറ്റ് കൺകറൻറ്റ് ലിസ്റ്റ് എല്ലാത്തിനും ശേഷം റെസിഡ്യൂറി ആയിട്ട് വരുന്ന പവറുകളൊക്കെ സെൻറ്ററിൽ കൊടുക്കുന്നത്. അതായത് പ്രൊപ്പോർഷണലി സെൻറ്ററിനാണ് അധികാരം കൂടുതൽ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും. അംബേദ്കറുടെ വാക്കുകളനുസരിച്ച് ഇന്ത്യ ഈസ് എ യൂണിയൻ, ഇന്ത്യ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്, അല്ലേ? മറിക്കാനോ തിരിച്ചിടാനോ വിഘടിപ്പിക്കാനോ പറ്റുന്ന സ്റ്റേറ്റുകളുടെ, എന്നാൽ ഒരിക്കലും വിഘടിച്ചു പോകാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു യൂണിയൻ്റെ കൂട്ടമാണ് ഇന്ത്യ. എല്ലാ തരത്തിലുള്ള ഫെഡറലിസവും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അത് ഇന്ത്യൻ യൂണിയൻ്റെ അകത്താണ്. ഇത് വളരെ യുണീക്കായിട്ടുള്ളൊരു സംവിധാനമാണ്. ആ യൂണിയൻ്റെ ആ സ്ട്രെങ്ത്തും ഉണ്ട് നമുക്ക്, അതേസമയം ഉള്ളിലുള്ള പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൻ്റെ കരുത്തുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഒരിക്കലും തകർന്നു പോകാത്ത ഒരു ജനാധിപത്യമായിട്ട് ഇത്രയും നാളെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പിന്നിലൊരു നിയമപരമായിട്ടുള്ള കാരണം മാത്രമല്ല, കൾച്ചറലായിട്ടുള്ള കാര്യമുണ്ട്. ആ കോൺഷ്യസ്നെസ് അങ്ങനെയാണ്. ഇന്ത്യൻ എന്ന് പറഞ്ഞ കോൺഷ്യസ്നെസ്, അതായത് വിമർശിക്കുന്നവരൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എന്നൊരു രാജ്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നാട്ടിലൊരു കോമൺ സ്ട്രാറ്റ ഓഫ് സിവിലൈസേഷൻ എമംഗ്സ്റ്റ് ഓൾ ദിസ് കൾച്ചറൽ ഡിഫറൻസസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അത് നമ്മുടെ ആൾക്കാർ സംസാരിക്കുന്ന രീതിയിലും ഓരോ ആർട്ടിനെ കാണുന്ന രീതിയിലും എല്ലാത്തിലും അതുണ്ട്, ഇൻഫ്ലുവൻസസ് വേറെ ആണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് ചരിത്രപരമായിട്ട് ഒന്നു ചേരാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഔട്ട് ഓഫ് ടോപ്പിക് പോകുന്നില്ല. അപ്പോൾ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻറ്റർ എന്നുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നതാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണിത്. കാരണം ഒരു ഫെഡറേഷൻ സ്ട്രോങ് ആക്കണമെങ്കിൽ സ്റ്റേറ്റിൻ്റെ തലപ്പത്ത് ഒരു ഗവർണർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ്, അയാൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെൻറ്ററാണ്. പക്ഷേ അത് എടുത്തിരിക്കുന്ന 1935 എന്നാണ്. പക്ഷേ ആ മെത്തേഡ്, അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ സെൻറ്റർ എന്നുള്ള മെത്തേഡ് എടുത്തിരിക്കുന്ന കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ കണ്ടു, ആർട്ടിക്കിൾ 143 അല്ലേ? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്കുണ്ട്. പ്രസിഡന്റിന് ചില കാര്യങ്ങളിൽ നിയമോപദേശം വേണ്ടി വന്നാൽ സുപ്രീം കോടതിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ക്ലാസ്സിൻ്റെ അവസാനം കാണും. അപ്പോൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാനഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്താണ്. എന്തൊക്കെയാണ്? ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻറ്റർ, റെസിഡ്യൂറി പവേഴ്സ് ഇൻ സെൻറ്റർ, അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ സെൻറ്റർ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്, ആർട്ടിക്കിൾ 143. ഇത്രയും കാര്യങ്ങൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നതാണ്. അടുത്ത ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലൊരു രസകരമായ കാര്യം, നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ ഒരു ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എടുത്തു. എന്നാൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ആക്ച്വലി അതിൻ്റെ ഇൻഫ്ലുവൻസ് എക്സാക്ട്ലി എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ചോദ്യം വരാം, ഈ ചോദ്യം വരാം, എന്താണ്? വൈ ഈസ് ഇറ്റ് നോട്ട് ടേക്കൺ ഫ്രം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന ചോദ്യം നിങ്ങളുടെ മൈൻഡിൽ വരാം. അപ്പോൾ അതിനുള്ള ഉത്തരം ഇതാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലെ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ഫെഡറൽ സ്വഭാവത്തിന് അനുകൂലിക്കുന്നൊരു കാര്യമാണ്. അതിൽ സെൻറ്ററിനുള്ള പവർ പ്രപ്പോർഷനേറ്റ്ലി കുറച്ച് കുറവാണ്. അതിലുള്ള ലിസ്റ്റിലെ മാറ്റേഴ്സിൻ്റെ എണ്ണവും അഡ്വക്കേറ്റ് അല്ല. എന്നാൽ ഇൻഡിപെൻഡൻ്റായ ഇന്ത്യക്ക് ഈ യൂണിയൻ നിലനിർത്തുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ആപ്റ്റായിട്ടുള്ള കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ നിന്ന് അതെടുത്തത്. മനസ്സിലായോ? ആ കൺകറൻറ്റ് ലിസ്റ്റ്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണല്ലോ പുതിയ രാജ്യത്തിന്, വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. അതും ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ 3 കാര്യങ്ങൾ. ഒന്നൊരു ഫെഡറൽ ബാലൻസ് അല്ലേ, പിന്നെ ഒരു ക്ലാരിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്, അതായത് സെൻറ്ററിനാണ് കൂടുതൽ പവർ വേണ്ടത് എന്നുള്ളത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് കുറച്ചും കൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളത്. പിന്നെ വേറെ ഒരു സ്കോപ്പും ഒരു ഡീറ്റെയിലും. സ്കോപ്പും ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളുടെ എണ്ണം, ഒരു സ്കോപ്പ്, ആ വിഭാഗങ്ങളുടെ എണ്ണം കുറച്ചുകൂടി കൂടുതലും കുറച്ചുകൂടി ഡീറ്റെയിൽഡും ആയിരുന്നു. സോ ഇന്ത്യക്ക് സ്യൂട്ട് ആവുന്ന അതായിരുന്നു. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സും
ഉണ്ടായിരുന്നു. പിന്നീടുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ 2 ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ്. അതും വളരെ യുണീക്കായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് ഇരിക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ട്. അതും ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ മനസ്സിലായാലും ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റ് എടുത്തു. ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ്, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ 2 ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. അടുത്തെന്താണ് വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ. വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ജർമ്മനി ഒരു ഇച്ചിരി നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം എന്താണ്, അതിനകത്ത് 1919 17 ആണ്, 19 തോന്നുന്നു, ഈ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 48 എന്നുള്ളത് വരികയും ഈ ആർട്ടിക്കിൾ 48 അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഹിറ്റ്ലറിൻ്റെ ഒരു റൈസ് അവിടെ നടക്കുകയും ചെയ്തത്. അപ്പോൾ ചരിത്രത്തിൽ കുറച്ചുകൂടെ ഒരു സംശയത്തിൻ്റെ ഒരു സൂക്ഷ്മദർശിനി കൊണ്ട് ആൾക്കാർ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 48. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആൾക്കാർ വീണ്ടും അത് പരിശോധിക്കുകയും അതിൽ നമുക്ക് വേണ്ട കാര്യം യൂണിയനെ സംരക്ഷിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളും ഈ ഇന്ത്യൻ യൂണിയനകത്ത് വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എമർജൻസിയുടെ പ്രൊവിഷൻസ് എടുത്തത്. ആ എമർജൻസിയുടെ പ്രൊവിഷൻസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എടുത്തിരുന്നെങ്കിലും അതിനകത്ത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നത് നമ്മൾ വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ആർട്ടിക്കിൾ 48 ഹിറ്റ്ലറിൻ്റെ മുഖം കുറച്ച് നൊട്ടോറിയസ്, എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് എന്ന രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ, ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊരു കാര്യമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. നമുക്കറിയാം, നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എമർജൻസിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും ആർട്ടിക്കിൾ 20 21 അല്ലേ, ഈ 2 ആർട്ടിക്കിളുകൾക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഈ 2 ആർട്ടിക്കിളുകൾക്കും എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് എമർജൻസിയുടെ പീരീഡിൽ പോലും. അപ്പോൾ ആ കാര്യമൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ റിവൈസ് ചെയ്യാം. ഓക്കെ, അടുത്ത എന്താ? സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, USSR നിന്ന് എന്താ എടുത്തിട്ടുള്ളത്? സ്ട്രേറ്റ് ഫോർവേഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് ദ ഐഡിയാസ് ഓഫ് ജസ്റ്റിസ്. പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് 3 ടൈപ്പ് ജസ്റ്റിസ്. എന്താ? സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും സോവിയറ്റ് യൂണിയനുമായിട്ട് നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ചരിത്രപരമായിട്ട് ചിന്തിക്കും. സോവിയറ്റ് യൂണിയൻ ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്. അവിടെ വ്യക്തിയേക്കാൾ സ്റ്റേറ്റിനോടുള്ള അർപ്പണവും സ്റ്റേറ്റിനോടുള്ള പെർഫോമൻസും സ്റ്റേറ്റിനോടുള്ള ഡ്യൂട്ടീസുമാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ ഐഡിയ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓർക്കുക. ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ ജർമ്മനി എന്ന് പറയുമ്പോൾ നാസിയായിട്ട് ബന്ധപ്പെടുത്തി ഹിറ്റ്ലറിൻ്റെ മുഖം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്ത് കളയുന്നു എന്ന് നമ്മൾ ഓർമ്മിച്ച പോലെ സോവിയറ്റ് യൂണിയനെ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, വ്യക്തി എന്നതില്ല, രാഷ്ട്രത്തോടുള്ള സേവനം, രാഷ്ട്രത്തോടുള്ള അർപ്പണം എന്നുള്ള ഐഡിയോളജിയാണ്. സോ എന്താണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് ദ ഐഡിയാസ് ഓഫ് ജസ്റ്റിസ്. പ്രിയാമ്പിൾ പറഞ്ഞിട്ടുള്ള സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നുള്ളത് സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒന്നും നോക്കണ്ട, ഈ കാര്യം ഓർത്താൽ മതി. ഫ്രഞ്ച് വിപ്ലവം നോക്കുക, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി, അത് അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. സ്ട്രേറ്റ് ഫോർവേഡ്, വേറെ ഒന്നും ചിന്തിക്കണം. ഫ്രഞ്ച് വിപ്ലവം നിങ്ങൾ ചരിത്രത്തിൻ്റെ ഇതിൽ പഠിക്കുമ്പോൾ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എടുത്തിട്ടുള്ളത് അവിടെ നിന്നാണ് എന്ന് വിചാരിച്ചാൽ മതി. കാരണം അന്നത്തെ ചിന്തകരെയൊക്കെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട മൂവ്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്? സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? പ്രൊസീജിയർ ഓഫ് അമെൻമെൻറ്റ്, ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. പ്രത്യേകം ശ്രദ്ധിക്കണം, മറ്റേതുമായിട്ട് നമ്മൾ മിക്സപ്പ് ചെയ്യരുത്. നമ്മൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കണ്ട എന്താണ്? രാജ്യസഭയിലെ നോമിനേറ്റഡ് മെമ്പേഴ്സ്, ഞാൻ പറഞ്ഞ പോലെ ആർട്സ്, കൾച്ചർ, അങ്ങനെയുള്ള ലിറ്ററേച്ചർ, അങ്ങനെയുള്ള പ്രത്യേക മേഖലകളിൽ വിദഗ്ധന്മാരവരെ, അതായത് ഇലക്ഷനിലൂടെ വരാൻ പറ്റാത്ത വിദഗ്ധന്മാരെ നോമിനേറ്റ് ചെയ്യുന്നതാണ് രാജ്യസഭയിലോട്ട് ഐറിഷ്. പക്ഷേ ഈ എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭയിലോട്ടുള്ള മെമ്പേഴ്സിൻ്റെ എലക്ഷൻ്റെ പ്രോസസ്സ് നമ്മൾ എടുത്തത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ പ്രൊസീജിയർ ഓഫ് അമെൻമെൻറ്റും ആർട്ടിക്കിൾ 368. പിന്നെ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അത് കൂടുതൽ പറയേണ്ട കാര്യമില്ല, നമ്മളെപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഇൻഫ്ലുവൻസസ് ഉള്ളത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിട്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ കീവേഡ്സും, ഓരോ ചരിത്രപരമായ കാര്യങ്ങളും, ഓരോ ഫിഗേഴ്സും, ഇപ്പോൾ ജർമ്മനിയുടെ കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പം ചുമ്മാ ഇരിക്കുമ്പോൾ എങ്ങനെ ആലോചിക്കണം? ഓക്കെ, ജർമ്മനി, നാസി, ഹിറ്റ്ലറിൻ്റെ മുഖം. ഹിറ്റ്ലർ എന്താ? ഒരു സ്വേച്ഛാധിപതി, ഒരു ഏകാധിപതി അല്ലേ? അദ്ദേഹം ഏകാധിപതി എന്താ ചെയ്യുക? നമ്മുടെ അവകാശങ്ങൾ എടുത്തു കളയുന്നു, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്തു കളയുന്നു. അപ്പോൾ വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സസ്പെൻഷൻ. പക്ഷേ നമ്മൾ നല്ല ആൾക്കാരാണ്, എപ്പോഴാണ് സസ്പെൻഡ് ചെയ്യുന്നത്? എമർജൻസിയുടെ സമയത്ത്. ഓക്കെ, അങ്ങനെ ഓരോ കീവേഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഓരോന്നിൻ്റെയും, നിങ്ങളിത് ആലോചിക്കണം. കീവേഡ് ഇല്ലാത്തത് ജസ്റ്റ് റിവൈസ് ചെയ്ത് തലയിലോട്ട് എടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ ഇരുന്നോളും, എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് യൂസ് ആവും. ഓക്കെ, ഇനി നമുക്ക്
കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേജുകളിലേക്ക് ഇതളുകളിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്കറിയാം, ഞാൻ ക്ലാസ്സിൻ്റെ ആദ്യം പറഞ്ഞ പോലെ പ്രിയാമ്പിളാണ് ഇമ്പോർട്ടൻറ്റ്. ഇതാ ഇവിടെ അതിൻ്റെ ഒരു നമ്മുടെ പേജ് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആന, കള, ഇങ്ങനെയുള്ള ഗ്രാഫിറ്റിയും താമര, എല്ലാ തരത്തിലുള്ള ഡെക്കറേഷൻസും ഒരു ഇന്ത്യൻനെസ് കൊടുക്കുന്ന രീതിയിലാണ് ആ പേജ് ഡിസൈൻ ചെയ്യുന്നത്. കാലിഗ്രഫിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് മാറ്ററിൽ നമ്മൾക്കറിയാം, നമ്മളെപ്പോഴും വായിക്കുന്നതാണ്, എന്നാലും എപ്പോഴും നമ്മൾ മൈൻഡിൽ ഒന്ന് ആഴത്തിൽ പതിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വായിക്കുമ്പോൾ എന്താ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact ആൻഡ് ഗീവ് ടു അവർ സെൽഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. 26 നവംബർ 1949 നമ്മളിങ്ങനെ അഡോപ്റ്റ് ചെയ്തു ഈ പ്രിയാമ്പിളിലൂടെ. എന്നിട്ട് ജനുവരി 26 1950 നമ്മൾ റിപ്പബ്ലിക്കായി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓരോ വാക്കുകളെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അങ്ങനെ പഠിച്ചിട്ട് ആ മെയിനായിട്ടുള്ള ഈ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകളെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മളിത് പിന്നെ വന്ന് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഇൻസ്റ്റെഡ് ഓഫ് ഇതിങ്ങനെ നീളത്തിൽ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതിനേക്കാൾ നല്ലത്. ഓക്കെ, അപ്പോൾ ശരി, അത് പറയുന്നതിന് മുമ്പ് എന്നെ പാൽക്കിവാല അതേ ഒരു എമിനൻറ്റ് ജൂറിസ്റ്റാണ്. ഈ എമിനൻറ്റ് ജൂറിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ PYQവിൽ പഠിച്ചൊരു കാര്യം ഓർമ്മയുണ്ടോ? പ്രസിഡൻറ്റ് ഒരു 3 മെമ്പർ കൗൺസിലിനെ നിയമിക്കും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു 3 മെമ്പർ കൗൺസിലിനെ നിയമിക്കുന്നത്? അതെ, ജഡ്ജസിൻ്റെ ഇംപീച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. ജഡ്ജസിൻ്റെ ഇംപീച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 മെമ്പർ കൗൺസിലിനെ നിയമിക്കും. അതിലൊരു സുപ്രീം കോടതി ജഡ്ജോ, ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടോ, അല്ലെങ്കിൽ ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ, അതുപോലെ തന്നെ ആരും ഉണ്ടാവും, ഒരു എമിനൻറ്റ് ജൂറിസ്റ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ഒരു എമിനൻറ്റ് ജൂറിസ്റ്റാണ് ഇദ്ദേഹം. എന്നെ പാൽക്കിവാല അന്നത്തെ അദ്ദേഹം പ്രിയാമ്പിളിനെ കുറിച്ച് പറഞ്ഞത് ദ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എന്നെ പാൽക്കിവാല പറഞ്ഞതാണ്. ഇത് ഈ കോട്ട് നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷകളിലോ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിലോ ആൻസർ റൈറ്റിങ്ങിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണത്തിനെക്കുറിച്ച് ഞാൻ പറയുമായിരുന്നു. എന്താ പറയുമായിരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീകർസർ എന്ന് പറയുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണെങ്കിൽ പ്രിയാമ്പിളിൻ്റെ പ്രീകർസർ എന്നത് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനാണ്, അല്ലേ? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനാണ് പ്രിയാമ്പിളിൻ്റെ പ്രീകർസർ. അതാണ് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ഡ്രാഫ്റ്റഡ് ആൻഡ് മൂവ്ഡ് ബൈ പണ്ഡിറ്റ് നെഹ്റു ആൻഡ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. So it is considered as the precursor to the preamble. It was only amended by the 42nd Constitutional Amendment Act 1976. ഈ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞത് സെൻസിറ്റീവ് ആയിട്ടൊരു പാർട്ടാണ് ഭരണഘടനയുടെ. ഈ പ്രിയാമ്പിൾ ചരിത്രത്തിൽ ഇന്ന് വരെ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 1976. ഓർക്കാൻ എളുപ്പമാണ്, കാരണം എമർജൻസി പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷമാണ്. ആ അമെൻമെൻറ്റും 42ാമത്തെ അമെൻമെൻറ്റ് ആക്റ്റാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ആക്റ്റാണ്, എപ്പോഴും നമുക്ക് വരുന്ന അമെൻമെൻറ്റ് ആക്റ്റാണ്. അതുകൊണ്ടാണ് 42nd അമെൻമെൻറ്റ് ആക്ട് 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? 1976 42nd അമെൻമെൻറ്റ് ആക്റ്റാണ്. എമർജൻസി ഓർക്കുക, ഇന്ദിരാഗാന്ധിയുടെ മുഖം ഓർക്കുക, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഓർക്കുക. ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റി മറിച്ചിട്ടുള്ള ഭരണം ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. അത് 42nd അമെൻമെൻറ്റ് ആക്റ്റാണ് 1976. ഈ 42nd അമെൻമെൻറ്റ് ആക്റ്റിലൂടെയാണ് പ്രധാനപ്പെട്ട 3 വാക്കുകൾ ഭരണഘടനയിൽ വരുന്നത്. അതിലൊന്ന് സോഷ്യലിസ്റ്റാണ്, 2 സെക്യുലറാണ്, 3 ഇൻ്റഗ്രിറ്റിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പറയാതെ നമുക്ക് പോകെ അതിനെക്കുറിച്ച് സംസാരിച്ച് വന്നിട്ട് തിരിച്ചു വന്നൊരു പുനർവായന നടത്തുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇനി വാട്ട് ഡസ് ദ പ്രിയാമ്പിൾ ട്രൈ ടു സേ? എന്തിനാണ് പ്രിയാമ്പിൾ? എന്തിനാണ് മുഖവുര? ഈ ബുക്കിലുള്ള എന്താണെന്ന് പറയാനാണോ? അല്ല, അത് മാത്രമല്ല. എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. സോഴ്സ് ഓഫ് അതോറിറ്റി, പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇതൊരു ഭരണഘടനയാണ്, അപ്പോൾ ഇതിനൊരു സോഴ്സ് ഓഫ് അതോറിറ്റി വേണ്ട. ആരാണ് അധികാരപ്പെടുത്തുന്നത്? ആരുടെ അധികാരത്തിൽ, ആരുടെ പേരിൽ ചോദിച്ചാൽ നമ്മൾ തന്നെ, ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് നമ്മൾ തന്നെ നമുക്ക് തരുന്ന ഭരണഘടനയാണ്. നമ്മളൊരു ഡെമോക്രസിയാണെന്ന് ലോകത്തിനോട് വിളിച്ചു പറയുന്നത് അങ്ങനെയാണ്, അല്ലേ? ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി,
അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറയുന്ന പോലെ നമ്മളൊരു ഡെമോക്രസിയാണ് ലോകത്തോട്ട് വിളിച്ചു പറയുന്നത്, നമ്മൾ തന്നെ നമുക്ക് തരുന്ന ഭരണഘടനയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. സോഴ്സ് ഓഫ് അതോറിറ്റി പീപ്പിൾ ഓഫ് ഇന്ത്യ. പിന്നെ എന്താണ് അത് പറയുന്നത്? നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇതുപോലെ സോഷ്യലിസ്റ്റ്, സോവറിൻ, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന വാക്കുകളിലൂടെ ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഞങ്ങൾ അല്ലേ നവംബർ 26, 1949 ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സ്റ്റേറ്റിൻ്റെ നേച്ചർ അത് പറയാം. അത് മാത്രമാണ് ഒബ്ജക്റ്റീവ്സ്. ഇനി ഞങ്ങൾ എങ്ങോട്ട് നടന്ന് നീങ്ങണം. ഞങ്ങൾക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി. ഞങ്ങൾ ഈ ഭരണഘടനയിലൂടെ ഭരിച്ച് ഏതൊരു ഒബ്ജക്റ്റീവിലോട്ടാണ് നടന്ന് നീങ്ങേണ്ടത് അല്ലേ? ഞങ്ങളുടെ ദൈനംദിന ഭരണം മാറ്റാനുള്ളൊരു ഇത് മാത്രമല്ല, ഞങ്ങളുടെ പൊളിറ്റിക്കലും ഞങ്ങളുടെ ആദർശപരവുമായിട്ടുള്ള ചില ആസ്പിറേഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് അതുകൂടി പ്രിയാമ്പിളിലുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ നവംബർ 26, 1949. ഇത്രയും ഇൻഫർമേഷൻസാണ് ഈ പ്രിയാമ്പിളിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ പ്രധാനപ്പെട്ട വാക്കുകളിലൂടെ കിടക്കാം. സോവറിൻ എന്നുള്ളതാണ് ഫസ്റ്റ് വാക്ക്. സോവറിൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ മലയാള അർത്ഥം പരമാധികാരം എന്നാണ്. പരമമായ അധികാരം. എൻ്റെ ശരീരത്തിനെ കുറിച്ചുള്ള എല്ലാ അധികാരവും എനിക്കുള്ള പോലെ ഈ ഇന്ത്യൻ യൂണിയൻ്റെ എല്ലാ അധികാരവും ഇന്ത്യൻ യൂണിയനിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നു. അങ്ങനത്തെ ഒരു സോവറിൻ സ്റ്റേറ്റാണ് ഇന്ത്യ. നെയ്തർ എ ഡിപ്പെൻഡൻസി നോർ എ ഡൊമീനിയൻ. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാന് കിട്ടി. ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി അല്ലേ? അപ്പോൾ ആ മൊമെൻ്റ് തൊട്ട് ഈ രണ്ട് യൂണിറ്റുകളും പാകിസ്ഥാനാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അവർക്കൊരു ഭരണഘടന കിട്ടുന്നവരെ അവരൊരു ഡൊമീനിയനാണ് അല്ലേ? ബ്രിട്ടൻ്റെ ഒരു സെറിമോണിയൽ ഹെഡ് അപ്പോഴും അതിൻ്റെ തലയ്ക്ക് മീതെ ഉണ്ട്. കാരണം ഭരണഘടന സ്വയം നൽകണമല്ലോ ഈ രണ്ട് ജനങ്ങളും. അപ്പോൾ ഇന്ത്യയും അതുപോലെ ഡൊമീനിയനാണ്. പക്ഷേ ഇപ്പോൾ ഭരണഘടന കിട്ടിയ ശേഷം പരമാധികാരമാണ്, സോവറിനാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രീ ടു കണ്ടക്ട് ഇറ്റ്സ് ഓൺ അഫെയർസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ആഭ്യന്തരവും വൈദേശികവുമായ ഇന്ത്യയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നടത്താനായിട്ട് ഇന്ത്യക്കാണ് പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥവും അതിനുണ്ട്. ആഭ്യന്തരമായിട്ടുള്ള മാത്രമല്ല, പുറത്തും ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് വേറൊരു അധികാര കേന്ദ്രമില്ല. ഇന്ത്യ മാത്രമേ ഉള്ളൂ, ന്യൂഡൽഹി മാത്രമേ ഉള്ളൂ. പിന്നെ 1949 ഇന്ത്യ അനൗൺസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ഹർ ഫുൾ മെമ്പർഷിപ്പ് ഓഫ് ദ കോമൺവെൽത്ത്. കോമൺവെൽത്ത് അറിയാമല്ലോ, ബ്രിട്ടൻ്റെ മുൻ കോളനികളുടെ ഒരു കളക്റ്റീവാണ് കോമൺവെൽത്ത്. ആ കോമൺവെൽത്തിലെ മെമ്പർഷിപ്പ് ഇന്ത്യ തുടരുന്നുണ്ടായിരുന്നു 1949. അതിന് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വിമർശനങ്ങൾ വരുന്നുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് ബ്രിട്ടൻ്റെ രാജ്ഞിയെ സുഖിപ്പിക്കാൻ വേണ്ടി പൂർവ്വ കോളനിയിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ചാടുന്നതാണോ എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദാറ്റ് ഈസ് പോയിൻറ്റ്ലെസ്. അതൊരു സെറിമോണിയൽ ഗസ്റ്റർ മാത്രമാണ്. അത് നമ്മുടെ അധികാര പരിധികളെയൊന്നും ബാധിക്കുന്നില്ല. അപ്പോൾ ആ ഫുൾ മെമ്പർഷിപ്പ് തുടർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം ബിക്കെയിം ദ മെമ്പർ ഓഫ് UNO ഇൻ 1945. 1945 തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ മെമ്പറാണ്. എന്നിരുന്നാലും ഇന്ത്യ ഒരു പരമാധികാര സ്റ്റേറ്റ് ആണെന്നുള്ളതാണ് സോവറിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്ക് സോഷ്യലിസ്റ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയം വരും. കാരണം ഈ സോഷ്യലിസം എന്ന വാക്ക് പൊതുവെ കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ആ ഒരു കാര്യത്തിലുള്ള ഡിസ്റ്റിങ്ഷൻ ഇന്ത്യയിലുണ്ട്. ആ ഇന്ത്യയിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് നമുക്ക് പറയാം. അതിനു മുമ്പ് ഈ സോഷ്യലിസം എന്ന് പറഞ്ഞ വാക്കിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ 42nd അമെൻമെൻറ്റിലൂടെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നതെങ്കിലും സോഷ്യലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസിനെ ദ്യോപിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ചേർത്ത ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനം ഈ DPSP ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങളിൽ ഈ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിൻ്റെ ഒരു ലാഞ്ചനയുണ്ട്. അതിനകത്ത് വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്ന് പറയുമ്പോൾ ക്ഷേമരാജ്യം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൻ്റെ ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ ഈ ഒരു ഇയർ ശ്രദ്ധിച്ചോ, 1955 ആവടി സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കോൺഗ്രസ് സെഷനുകളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കും. കാരണം അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാൾ വഴികളുള്ളതുകൊണ്ട്. പക്ഷേ 1955 ആവടി സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആവടി എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെന്നൈയിൽ അന്നത്തെ മദ്രാസിലാണ് ആവടിയിൽ നടന്നത്. സോ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഡോപ്റ്റഡ് എ റെസൊല്യൂഷൻ ടു എസ്റ്റാബ്ലിഷ് എ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി. അപ്പോൾ അന്നാണ് ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി ഉണ്ടാകണം എന്നുള്ള 1955 കോൺഗ്രസ് സെഷനിലാണ് വരുന്നത്. അത് ഭരണത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചവത്സര പദ്ധതികൾ ഒരു സോഷ്യലിസ്റ്റിക് ടെൻഡൻസി ഉള്ളൊരു കാര്യമാണ്. അതിനകത്ത് വലിയ ഒരു ആശ്ചര്യമൊന്നുമില്ല. ഇന്ത്യ വാസ്
purely socialistic until the introduction of the liberalization policies which started from 1991. അതിൻ്റെ ഏറ്റവും ചരിത്രപരമായുള്ളൊരു വിരോധാഭാസം എന്നോ അല്ലെങ്കിൽ കോയിൻസിഡൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. സോവിയറ്റ് യൂണിയൻ തകർന്നതും 90-91 സമയങ്ങളിലാണ്. ഇവിടെ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വന്നതിന് ശേഷം നമ്മൾ പതുക്കെ ലിബറലൈസേഷനിലോട്ടും നവലിബറൽ മൂല്യങ്ങളിലോട്ടും വന്നതും എന്താണ് 1991. സോ ചരിത്രപരമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഒരു കോൺഗ്രുവൻസ്, ഒരു കറസ്പോണ്ടിങ് കാര്യങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ വാസ് പ്യുവർലി സോഷ്യലിസ്റ്റിക് അറ്റ് ദാറ്റ് ടൈം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പക്ഷേ എന്നാൽ ഡെമോക്രാറ്റിക് നോട്ട് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്നുള്ളതാണ്. അവിടെയാണ് വ്യത്യാസം. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വേറാസ് ഇൻ എ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ദർ ഈസ് ഫുൾ അബോളിഷ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് നാഷണലൈസേഷൻ ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതൊന്നും ഇല്ല, അല്ലേ? അവിടെ എല്ലാം സ്റ്റേറ്റിൻ്റെ കീഴിലാണ്. ഈ ചില സമയങ്ങളിൽ സോവിയറ്റ് യൂണിയനിൽ ഒരു പേറ്റൻറ്റ് എന്ന് പറഞ്ഞത് പോലും ഇല്ല എന്ന് ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ AK-47 തോക്കുണ്ടല്ലോ, അതിന് പേര് ആൻറ്റൺ കലാഷ്നിക്കോവ് എന്നാണ്. ഈ ആൻറ്റൺ കലാഷ്നിക്കോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഷ്യൻ പേരാണ്. അദ്ദേഹം സോവിയറ്റ് റഷ്യയിൽ ഡെവലപ്പ് ചെയ്താണ്. അതിൻ്റെ പേറ്റൻറ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ല എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. കാരണം അന്ന് സോവിയറ്റ് യൂണിയനാണ്. അന്ന് ഇൻഡിവിജ്വലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളോ മുന്നേറ്റങ്ങളോ അവിടെ ഇല്ല. അവിടെ സ്റ്റേറ്റിനാണ് ഇമ്പോർട്ടൻസ് ഇൻ ദ സ്ട്രിക്റ്റസ്റ്റ് സെൻസ്. അതേസമയം ഇപ്പോൾ ചൈനയെ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ ഒരുപാട് ചൈനീസ് കമ്മ്യൂണിസത്തിൻ്റെ കീഴിൽ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ഉണ്ട്. പക്ഷേ എന്നാലും അത് ഒരു നിഴലിലൂടെ ഒരു പാർട്ടിയുടെ കൺട്രോളിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല നമ്മുടെ ഒരു ദ മേജർ ഫീച്ചർ ഓഫ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ മിക്സഡ് എക്കണോമി വെർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് കോ എക്സിസ്റ്റ് സൈഡ് ബൈ സൈഡ്. പബ്ലിക്കും പ്രൈവറ്റും ഒരു കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മിക്സഡ് എക്കണോമി. നമ്മൾ ഫുള്ളി ക്യാപിറ്റലിസ്റ്റിക് അല്ല, ഒരു മിക്സഡ് എക്കണോമിയാണ് എന്നുള്ളതാണ് നമ്മുടെ വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റിക് അല്ല എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ മുന്നിലോട്ട് വന്നു നിങ്ങൾ വിചാരിക്കുക. എന്താ ചോദ്യം? ഇൻ വിച്ച് സെഷൻ സോഷ്യലിസം വാസ് അഡോപ്റ്റഡ് ആസ് ദ ഗോൾ ഓഫ് ദ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ നമ്മളിപ്പോൾ പഠിച്ച 1955 ആവടി സെഷൻ ഇല്ല, അല്ലേ? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ലക്നോ സെഷൻ ഓഫ് 1936 എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വാസ് അഡോപ്റ്റഡ് ആസ് എ ഗോൾ ഓഫ് ദ കോൺഗ്രസ് എന്നാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ ഈ സോഷ്യലിസം എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത് എന്താണ് 1936 ലക്നോ സെഷനിലാണ്. പക്ഷേ ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി സമൂഹത്തിലുണ്ടാവണം, ഭരണത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തിൽ മുഴുവൻ വരണം എന്ന് പറഞ്ഞത് 1955 ആവടി സെഷനിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രണ്ട് ഡിഫറൻസും മനസ്സിലാക്കണം. ഇത്തരത്തിൽ ട്രിക്കി ആയിട്ടുള്ള ബൗൺസിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആൻസർ ലോജിക്കലായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഡെമോക്രാറ്റിക് സോഷ്യലിസം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം നമ്മളുടെ ഒരു വ്യത്യാസം മനസ്സിലല്ലോ. അതാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. We have always said that we have our own brand of socialism. We will nationalize the sectors where we feel the necessity. Just nationalization is not our type of socialism. അതായത് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ, ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സെക്ടേഴ്സിൽ, ആവശ്യമുണ്ടെന്ന് തോന്നുന്ന അളവിൽ നമ്മൾ നാഷണലൈസേഷൻ നടത്തും, ദേശസാൽക്കരണം നടത്തും, അല്ലേ? ഇപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ ബാങ്കിൻ്റെ നാഷണലൈസേഷൻ. അതായിരുന്നു ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞ ഈ വാക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1969 ബാങ്ക് നാഷണലൈസേഷനാണ്. അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഓഫ് സോഷ്യലിസ്റ്റിക് പോളിറ്റി ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് ദ 1969 നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ബൈ ഇന്ദിരാഗാന്ധി. അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1969 ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിങ്സ് ഓർഡിനൻസ് എന്ന് പറഞ്ഞൊരു ആക്ട്, ഒരു ഓർഡിനൻസ് വന്നിരുന്നു. അതനുസരിച്ച് എന്താണ്, പ്രൈവറ്റ് ബാങ്ക്സ് ഇഗ്നോർഡ് റൂറൽ ഇന്ത്യ. ബിഫോർ 1969 ബാങ്ക്സ് ഓൺലി സെർവ് ബിഗ് സിറ്റീസ് ആൻഡ് ലാർജ് ഇൻഡസ്ട്രീസ്, നെഗ്ലക്റ്റിംഗ് ഫാമേഴ്സ് ആൻഡ് സ്മോൾ ബിസിനസ്സസ്. Government took over 14 banks. In 1969, Indira Gandhi nationalized the 14 largest banks to force them to serve the entire country. Mandate for social lending. Banks were ordered to open branches in villages and lend money specifically to poor farmers and small industries. And priority sector lending എന്ന് പറയും. Goal, economic equality. The government used banks as a tool to spread wealth more fairly across all regions and social class of India.
ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിങ്സ് ഓർഡിനൻസ് 1969 അനുസരിച്ച് ചില ഉണ്ടായിരുന്ന ബാങ്കുകൾ മുഴുവൻ റൂറൽ ഇന്ത്യയെ അവഗണിക്കുന്ന രീതിയായിരുന്നു 1969 മുമ്പ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടർ കുറച്ച് താഴെയായിരുന്നു. അപ്പോൾ ബേസിക്കലി ബാങ്കുകളെ ദേശസാൽക്കരിച്ച് നാഷണലൈസ് ചെയ്തിട്ട് റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ ബാങ്കുകൾ തുറന്നതിന് ശേഷം പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് വെച്ചാൽ ഒരു സെക്ടറിന് പ്രയോറിറ്റി കൊടുക്കുക. അവിടെ പ്രയോറിറ്റി കൊടുക്കപ്പെട്ട സെക്ടർ എന്ന് വെച്ചാൽ കാർഷിക സെക്ടറാണ്. കാർഷിക സെക്ടറിന് പ്രയോറിറ്റി കൊടുത്ത് അവിടെ കൂടുതൽ മണി ഇൻഫ്ലോ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഇത് സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസിയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഗവൺമെൻറ് യൂസ്ഡ് ബാങ്ക്സ് ആസ് എ ടൂൾ ടു സ്പ്രെഡ് വെൽത്ത് ഫെയർലി അക്രോസ് ഓൾ റീജിയൻസ് ആൻഡ് സോഷ്യൽ ക്ലാസ്സസ് ഓഫ് ഇന്ത്യ. അപ്പോൾ സമ്പത്തിനെ എല്ലാ സെക്ഷനിലോട്ടും സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ഇത് യൂസ് ചെയ്തു. ഇത് തത്വത്തിൽ നല്ലതാണ്, ഒരുപാട് എഫക്റ്റും ഇതിനുണ്ട്. പക്ഷേ ലോങ് റണ്ണിൽ നമുക്കൊരിക്കലും അത് മാത്രം അതിൻ്റെ ഒരു ഇൻറ്റൻസീവ് സൈഡിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ മിക്സഡ് ഇക്കണോമിയായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. നമുക്കൊരിക്കലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് കമ്മ്യൂണിസ്റ്റ് സ്ട്രക്ചറിലോട്ടോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സ്ട്രക്ചറിലോട്ടോ പോകാൻ പറ്റില്ല, അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് 1991 ലിബറലൈസേഷൻ വരേണ്ടി വന്നത്. പക്ഷേ ഈ സോഷ്യലിസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഇന്ത്യയിലെ ഈ സോഷ്യലിസ്റ്റിക് പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഈ സോഷ്യലിസ്റ്റിക് സ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയൊരു ബഹിസ്ഫുരണം അതിൻ്റെ ഭരണത്തിൽ കണ്ടൊരു സമയം അതായിരുന്നു. ഓക്കെ, അപ്പോൾ സോഷ്യലിസം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല, മിക്സഡ് എക്കണോമിയാണ്. ഏറ്റവും കൂടുതൽ സോഷ്യലിസ്റ്റിക് ടെൻഡൻസി വന്ന സമയവും നമ്മൾ കണ്ടു. അതിൽ നിന്നും പ്രിയാമ്പിളിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ സോഷ്യലിസം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി. ഇനി നമ്മൾ വരുന്നത് സെക്യുലറിസത്തിലോട്ടാണ്. ഈ സ്ലൈഡ് മുമ്പ് നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും. മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. 2 തരത്തിലുള്ള സെക്യുലറിസം ഉണ്ട്. പോസിറ്റീവ് സെക്യുലറിസം ഉണ്ട്, നെഗറ്റീവ് സെക്യുലറിസം ഉണ്ട്. ഈ സ്ലൈഡ് നിങ്ങൾ പോസ് ചെയ്തിട്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ത്യ പോസിറ്റീവ് സെക്യുലറിസത്തിനെ അഡോപ്റ്റ് ചെയ്യുന്ന രാജ്യമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ ഒരുപാട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങൾ റിവൈസ് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ വേർഡ് സെക്യുലറിസം വാസ് ആഡഡ് ബൈ ദി 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. ഒബ്വിയസ്ലി അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ അമെൻമെൻറ്റിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ സെക്യുലറിസത്തിനെ ഉറപ്പുവരുത്തുന്ന ടൂൾസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത് ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾസ് 25 to 28 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർഡ് ദ റിപ്പബ്ലിക് ടു ബി ഓഫ് സെക്യുലർ നേച്ചർ ഈവൻ ബിഫോർ ദിസ് അഡീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് അപ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളുടെ മൈൻഡിൽ ഒരു സംശയം വരും. അപ്പോൾ 1976 42ാമത്തെ അമെൻമെൻറ്റിലൂടെ സെക്യുലർ എന്ന വാക്ക് ഉൾപ്പെടുത്തിയതിന് ശേഷമാണോ ഇന്ത്യ സെക്യുലർ ആയത്? അതിനു മുമ്പ് ഇന്ത്യ മതേതരമായൊരു രാഷ്ട്രമല്ലേ എന്ന് ചോദിച്ചാൽ മതേതരമായ രാഷ്ട്രം ആണ്. 1976 സെക്യുലർ എന്ന വാക്ക് വന്നതേ ഉള്ളൂ. പക്ഷേ അതേത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയപ്പോൾ തന്നെ 25, 26, 27, 28 ഈ ആർട്ടിക്കിളുകളൊക്കെ ഉണ്ടല്ലോ. ആ ആർട്ടിക്കിളുകളുടെ കണ്ടന്റ് പരിശോധിക്കൂ. 25 എന്താണ്? എൻഷുവേഴ്സ് ഫ്രീഡം ഓഫ് കൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ ഫോർ ഇൻഡിവിജ്വൽസ്. മതം പഠിക്കാനും പ്രൊഫസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം. ആർട്ടിക്കിൾ 26 ഗ്രാൻഡ്സ് റിലീജിയസ് ഡിനോമിനേഷൻസ് ദ റൈറ്റ് ടു മാനേജ് ദെയർ ഓൺ അഫെയർസ്, എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓൺ പ്രോപ്പർട്ടി. റിലീജിയസ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങാനും അതിൻ്റെ അഫെയർസ് അവർക്ക് തന്നെ നടത്താനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരം. ആർട്ടിക്കിൾ 27 പ്രൊഹിബിറ്റ്സ് ദ സ്റ്റേറ്റ് ഫ്രം ലെവിയിങ് ടാക്സസ് ടു പ്രൊമോട്ട് എനി സ്പെസിഫിക് റിലീജിയൻ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് റിലീജിയൻ പ്രൊമോട്ട് ചെയ്യാനെന്ന ഒരു ആക്ടിവിറ്റിയിൽ ഒരു ഗ്രൂപ്പ് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവരിൽ നിന്നും ടാക്സ് വാങ്ങുന്നതിനെ തടയുക സ്റ്റേറ്റിനെ. ആർട്ടിക്കിൾ 28 റെസ്ട്രിക്ട്സ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ സ്റ്റേറ്റ് ഫണ്ടഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മേക്സ് ഇറ്റ് വോളണ്ടറി ഇൻ സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ഓർ എയ്ഡഡ് വൺസ്. അതായത് സർക്കാരിൻ്റെ കീഴിൽ പൊതുവായിട്ടുള്ള പൊതുവിദ്യാലയങ്ങളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള വിദ്യാലയങ്ങളിൽ വേണമെങ്കിൽ ചെയ്യാം അല്ല എന്നുള്ളത്. ഇത്രയും ആർട്ടിക്കിളുകൾ ഒരു സെക്യുലർ സ്റ്റേറ്റിൻ്റെ ഒരു ലാഞ്ചനയാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമെൻമെൻറ്റിലൂടെ സെക്യുലറിസം വന്നിട്ടില്ലെങ്കിലും ഈ ആർട്ടിക്കിളുകളിലൂടെ സെക്യുലറിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഭരണഘടനയിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ വരാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. പൊട്ടൻഷ്യൽ മെയിൻസ് ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത്. കാരണം ഇത് പരീക്ഷയുടെയും ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ടൊരു ക്വസ്റ്റ്യനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. Analyze how the framers of the Indian Constitution established a secular framework through
fundamental rights and directive principles even before the term secular was formally incorporated into the preamble via the 42nd Amendment Act 1976. ഇത്രേ ഉള്ളൂ. 1976 42ാമത്തെ അമെൻമെൻറ്റിലൂടെ സെക്യുലർ എന്ന വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഔദ്യോഗികമായിട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷന് ഒരു സെക്യുലർ നേച്ചർ ഉണ്ടായിരുന്നത്. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയല്ലോ. എന്താ? ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ മൈൻഡിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾ എഴുതിയാൽ മതി അല്ലേ? ഓക്കെ. പിന്നെന്താ അടുത്ത വാക്ക്? ഡെമോക്രാറ്റിക്. ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് പറയേണ്ട കാര്യമില്ല. നിങ്ങളും ഞാനുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ജനാധിപത്യ രാജ്യം. ജനാധിപത്യം ജനങ്ങളുടെ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. ജനങ്ങളാണ് ഭരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ ജനങ്ങൾ ഭരിക്കുന്നത് 2 രീതിയിലുണ്ട് ലോകത്ത്. 2 രീതിയിലുണ്ട്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റും ആയിട്ടുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി ഇവിടെ നോക്കിയേ, കൊടി നോക്കിയേ, എന്താണ്? സ്വിറ്റ്സർലൻഡിൽ എന്താണ്? ഡയറക്റ്റ് ഡെമോക്രസിയാണ്. നമുക്കും അമേരിക്കയിലൊക്കെ എന്താ? ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. കാരണം എന്താ? നമ്മളാണോ സഭയിൽ പോയി നിയമം പാസ്സാക്കുന്നത്? അല്ല, നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന പ്രതിനിധിയാണ്, റെപ്രസെൻ്റ് ചെയ്യാണ്. സോ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഡയറക്റ്റ് ഡെമോക്രസിക്ക് കുറച്ചുകൂടെ കൂടുതൽ അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം സ്വിറ്റ്സർലൻഡിലൊക്കെ ജനസംഖ്യ കുറവാണല്ലോ, നമ്മളെപ്പോലൊരു വലിയ ജനസംഖ്യയുള്ള രാജ്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ള പരിമിതിയൊന്നും അവർക്കില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവർക്കത് അങ്ങനെ ചെയ്യാം. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും, ഇപ്പോൾ റഫറൻഡം എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് വോട്ടിന് ഇടുക ജനങ്ങളുടെ മുമ്പിൽ ഒരു പദ്ധതി. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ, ആ പേരിൽ തന്നെ ഉണ്ട്, ജനങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്ത് ഒരു നിയമം കൊണ്ടുവരാനായിട്ടുള്ള മൂവ്മെൻറ്റ്. റീകോൾ എന്ന് പറഞ്ഞാൽ അതും ആ വാക്കിലുണ്ട്. ജനങ്ങൾ അയച്ചു വിട്ട പ്രതിനിധികൾ അത്രയും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, തൃപ്തികരമായിട്ടുള്ളൊരു പ്രവർത്തനമല്ല കാണിക്കുന്നതെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാനുള്ളൊരു പ്രൊവിഷൻ. പിന്നെ ഒരു പ്ലബിസൈറ്റ് ഉണ്ട് അല്ലേ? ഒരു ഹിതപരിശോധനയുണ്ട്. ഈസ് എ മെത്തേഡ് ഒബ്റ്റെയിനിങ് ദ ഒപ്പീനിയൻസ് ഓഫ് പീപ്പിൾ ഓൺ എനി ഇഷ്യൂ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ്. അവരുടെ വോട്ടിനിട്ട് ആ ഒരു ഹിതപരിശോധന നടത്തി ജനങ്ങളുടെ അഭിപ്രായം അറിയുക. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയത് എങ്ങനെയാണ്? ബ്രെക്സിറ്റിലൂടെയാണ്. ആ ബ്രെക്സിറ്റ് ഹിതപരിശോധന നടത്തിയല്ലേ? അതെ. അതുപോലെ തന്നെ പാകിസ്ഥാൻ പറയാറുണ്ട് കശ്മീരിൽ ഹിതപരിശോധന നടത്തണം. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഫീച്ചേഴ്സാണ്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ എപ്പോഴും പഠിക്കുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്താണ്? നമുക്ക് ഈ അറിയുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫ് എക്സാമ്പിൾ ആണല്ലോ. റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ മേക്സ് റൂൾ ഫോർ ദം. പാർലമെൻ്ററി ഓർ പ്രസിഡൻഷ്യൽ. പാർലമെൻ്ററിയും ആവാം, പ്രസിഡൻഷ്യലും ആവാം ഇൻഡയറക്റ്റ് ഡെമോക്രസി, അമേരിക്കയിലെ പോലെ. റെപ്രസെൻറ്റേറ്റീവ് പാർലമെൻ്ററി ഡെമോക്രസിയാണ് ഇന്ത്യയിലുള്ളത് അല്ലേ? പിന്നെ അംബേദ്കറിൻ്റെ ഒരു വളരെ വിഖ്യാതമായൊരു കോട്ടാണ് പറയണമെന്ന് തോന്നി. ലിബർട്ടി കനോട്ട് ബി ഡിവോഴ്സ്ഡ് ഫ്രം ഇക്വാലിറ്റി. Equality cannot be divorced from liberty, nor can liberty and equality be divorced from fraternity. Without equality, liberty would produce the supremacy of the few over the many. Equality without liberty would kill individual initiative. ബേസിക്കലി ഇദ്ദേഹത്തിനെ പറഞ്ഞുള്ളൂ, ഈ ഇക്വാലിറ്റിയും ലിബർട്ടിയും ഫ്രറ്റേണിറ്റിയും മൂന്നും ഒഴിച്ചുകൂടാനാകാത്ത 3 പോയിൻറ്റ്സാണ്. അതിൽ തന്നെ ഈ ഈക്വാലിറ്റി ലിബർട്ടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വാലിറ്റി എന്താണ്? സമത്വം അല്ലേ? എല്ലാവരും സമമായിട്ടിരിക്കുക, എല്ലാവർക്കും സമ ഓപ്പർച്യൂണിറ്റീസ്. ലിബർട്ടി എന്ന് വെച്ചാൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. എനിക്കൊരു ലിബർട്ടി അല്ല, എൻ്റെ കഴിവിനനുസരിച്ച് മുന്നേറാനുള്ള സ്വാതന്ത്ര്യം. ഈക്വാലിറ്റി മാത്രമാണെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാവരും സമവും, എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് മുന്നേറുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടോ? ഇല്ല. ലിബർട്ടി മാത്രമാകുമ്പോൾ എന്ത് സംഭവിക്കും? കഴിവുള്ളവർ മാത്രം മുന്നേറിയും പോകും. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ളൊരു ബാലൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സംഹിതയിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഐഡിയയാണ്. ഓക്കെ. അത് തന്നെ സുപ്രീം കോർട്ടും പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ സെയിം കോണ്ടെക്സ്റ്റ് ദ സുപ്രീം കോർട്ട് ഒബ്സർവ്ഡ് ഇൻ 1997 ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിഷൻസ് ടു എസ്റ്റാബ്ലിഷ് ആൻ ഇഗലിറ്റേറിയൻ സോഷ്യൽ ഓർഡർ റെൻഡറിംഗ് ടു എവരി സിറ്റിസൺ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഇൻ എ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി ഓഫ് ദ ഭാരത് റിപ്പബ്ലിക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തെന്ന് വെച്ചേക്കണം. പിന്നെ അടുത്ത വാക്ക് എന്താണ്? റിപ്പബ്ലിക്. നമ്മളെപ്പോഴും പറയും ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, ഭാരത് ഗണരാജ്യ അല്ലേ? പാസ്പോർട്ടിൽ കാണാം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. സോവറിനിറ്റി എന്നുള്ളത് പരമാധികാരമാണ്. അപ്പോൾ റിപ്പബ്ലിക് ഉള്ളത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയം വരും. അപ്പോൾ അതിനുള്ള വളരെ പൊളിറ്റിക്കൽ സയൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, ഒരു റിപ്പബ്ലിക് ഒരു ഡെമോക്രാറ്റിക് പോളിറ്റി, ഒരു ജനാധിപത്യ രാജ്യത്തിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് മൊണാർക്കി ആയിട്ടും 2 റിപ്പബ്ലിക്കായിട്ടും. മൊണാർക്കി എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാജപരമ്പര, രാജവംശം, രാജഭരണം. അപ്പോൾ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് എ മൊണാർക്ക്, കിങ് ഹു എൻജോയ്സ് എ ഹെറിഡിറ്ററി പൊസിഷൻ. എക്സാമ്പിൾ ബ്രിട്ടൻ. പക്ഷേ നമുക്ക് ബ്രിട്ടനെ മുഴുവൻ മൊണാർക്കി എന്ന് വിളിക്കാൻ പറ്റില്ല, അവിടെ രാജാവിൻ്റെ പൊസിഷൻ ഉണ്ട് എന്നേ ഉള്ളൂ.
റിപ്പബ്ലിക്കിൽ എന്താ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. യു എസ് എയിൽ ഡയറക്റ്റായിട്ട് എലക്ട് ചെയ്തൊരു പ്രസിഡൻ്റാണുള്ളത് ഒരു റിപ്പബ്ലിക്കിന്, അല്ലേ? ഇന്ത്യയിൽ ഇൻഡയറക്റ്റായിട്ട് എലക്ട് ചെയ്യപ്പെട്ട ഒരു പ്രസിഡൻ്റാണുള്ളത്, പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഭരണവും, അത് വേറെ. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് ഒരു ഡെമോക്രാറ്റിക് പോളിറ്റിയിൽ ഒരു റിപ്പബ്ലിക്കും മൊണാർക്കിയും ഉണ്ട്. അപ്പോൾ റിപ്പബ്ലിക്കിന് മൊണാർക്കിയിൽ നിന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് പറഞ്ഞത്, ഇന്ത്യ ആസ് മെൻഷൻഡ് ഇൻ അവർ പ്രിയാമ്പിൾ ഈസ് എ റിപ്പബ്ലിക് വിത്ത് ആൻ എലക്റ്റഡ് ഹെഡ് കോൾഡ് ദ പ്രസിഡൻറ്റ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് 5 years എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതുപോലെ തന്നെ എന്താ ഈ മൊണാർക്കിയും ഈ മൊണാർക്കിൽ തന്നെ നമ്മൾ പ്രസിഡൻറ്റിനെ നമുക്ക് റിപ്പബ്ലിക്കിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് പറയാം, മൊണാർക്കിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പറയാം. അപ്പോൾ ഇവർ നമ്മളുടെ ഒരു വ്യത്യാസം പരിശോധിക്കുന്നതിലൂടെ ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ ഡെഫിനേഷൻ കൂടുതലോട്ട് നമ്മുടെ മനസ്സിലായിട്ട് ഉറയ്ക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. സെലക്ഷൻ മെത്തേഡ്. എ മൊണാർക്ക് ഇൻഹെറിറ്റ്സ് ദെയർ പൊസിഷൻ ത്രൂ എ റോയൽ ബ്ലഡ് ലൈൻ, അല്ലേ? അദ്ദേഹത്തിൻ്റെ ജന്മാവകാശമാണ്. വൈൽ എ പ്രസിഡൻറ്റ് ഈസ് സെലക്റ്റഡ് ത്രൂ ആൻ ഇലക്ഷൻ ഓർ അപ്പോയിൻമെൻറ്റ് പ്രോസസ് ഇൻവോൾവിംഗ് ദ പോപ്പുലസ് ഓർ ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. അത് സിമ്പിൾ. പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലെ എലക്ട് ചെയ്തപ്പെടുത്ത് വരുന്നു, ഇൻഡയറക്റ്റോ ഡയറക്റ്റോ ആയിക്കോട്ടെ. മൊണാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ജന്മാവകാശം പോലെ വരുന്നതാണ്. പിന്നെ ടേം ഡ്യൂറേഷൻ, അത് ഞാൻ പ്രത്യേകിച്ച് വായിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഒരു കിങ്ങിന് പെർപ്പച്വലായിട്ട് അദ്ദേഹത്തിൻ്റെ മരണം വരെ ഉണ്ട്. പ്രസിഡൻറ്റിന് റിപ്പബ്ലിക്കിൻ്റെ പ്രതിനിധിക്ക് എന്താണ്, ഒരു ഫിക്സഡ് ടേമാണ്. ഇപ്പോൾ ഇവിടെ പ്രസിഡൻറ്റിൻ്റെ 5 വർഷമുള്ള പോലെ. സോഴ്സ് ഓഫ് ലെജിറ്റിമസി. എ മൊണാർക്സ് അതോറിറ്റി ട്രഡീഷണലി സ്റ്റെംസ് ഫ്രം ബർത്ത് റൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു തന്നെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ പൊളിറ്റിക്കൽ പവർ. എ മൊണാർക്സ് റോൾ ഇൻ എ മോഡേൺ സിസ്റ്റം ഈസ് ഓഫൺ പ്യുവർലി സെറിമോണിയൽ, വെൽ എ പ്രസിഡന്റ് മേ വീൽഡ് സിഗ്നിഫിക്കൽ എക്സിക്യൂട്ടീവ് പവർ ആസ് ദ ആക്ച്വൽ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്. നമ്മളിപ്പോൾ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? പ്രസിഡൻറ്റിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു നിയമപ്രശ്നം വരുമ്പോൾ അതിൽ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കാനായിട്ട് പ്രസിഡൻറ്റിന് പറ്റും. ആർട്ടിക്കിൾ 143 പ്രകാരം ജുഡീഷ്യറിയുടെ ഒപ്പീനിയൻ തേടാൻ പറ്റും, അല്ലേ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇടപെടാൻ പറ്റും യൂണിയൻ്റെ അകത്ത്. അങ്ങനെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു റബ്ബർ സ്റ്റാമ്പ് റോളല്ല, ആസ് ഇറ്റ് ഈസ് ഫെയർലി ക്രിട്ടിസൈസ് ടു ബി. ഓക്കെ, അതാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. ഇപ്പോൾ മൊണാർക്കിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന നമ്മുടെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ബ്രിട്ടനാണ്. പക്ഷേ ബ്രിട്ടൻ ഒരു ജനാധിപത്യ രാജ്യമില്ല. അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇവിടെ വരാം. എന്താ ചോദ്യം? വാട്ട് ഈസ് ദ റാഷണൽ ഫോർ ദ യുണൈറ്റഡ് കിങ്ഡം, എ ഡെമോക്രാറ്റിക് നേഷൻ റീറ്റെയിനിങ് എ മൊണാർക്ക് ആസ് ഇറ്റ്സ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ആൻഡ് ഹൗ ഡസ് ദാറ്റ് സിസ്റ്റം ലോജിക്കലി ഫങ്ഷൻ? അല്ലേ, ഒരു ജനാധിപത്യം രാജ്യമായ ബ്രിട്ടനിൽ എങ്ങനെയാണ് മൊണാർക്ക്, ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് വരിക, ഒരു രാജൻ, ഒരു രാജാവിൻ്റെ പൊസിഷൻ വരിക, അല്ലെങ്കിൽ രാജ്ഞിയുടെ പൊസിഷൻ വരിക, ഭരണാധികാരിയുടെ പൊസിഷൻ വരിക, അതെങ്ങനെയാണ്, ലോജിക്ക് എന്താണ് അതിൻ്റെ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്ന കാര്യം, ദ യുണൈറ്റഡ് കിങ്ഡം ഈസ് എ ഡെമോക്രസി ദാറ്റ് റീറ്റെയിൻസ് എ മൊണാർക്ക് ആസ് ഇറ്റ്സ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഡ്യൂ ടു ഇറ്റ്സ് സ്റ്റാറ്റസ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. So this system separates the symbolic non-political role of the head of the state, the king, from the active political leadership of the head of the government, the prime minister. The king acts as a national figurehead and symbol of unity, but wields no actual executive power. All real governing authority rests with the democratically elected parliament and prime minister, who are accountable to the citizens. So this structure evolved historically, limiting the crown's power through laws and conventions while preserving the monarchy's traditional unifying presence. So സിമ്പിളായിട്ട് ചോദിച്ചാൽ, ചരിത്രപരമായ സിംബോളിക് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പവർ പൊസിഷനാണ് ആ കിങ് ഓർ ക്യൂനിൻ്റെ പൊസിഷൻ എന്ന് മാത്രമല്ല, അതിന് ഒരു എന്താ പറയുക, തത്വത്തിൽ ഒരു യൂണിഫൈയിങ് പ്രസൻസ് ആയിട്ടും ഒരു യൂണിറ്റിയുടെ ഒരു സിമ്പിളായിട്ടാണ് കിങ് ഉള്ളത്. യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ യൂണിഫൈ ചെയ്യുന്ന സിമ്പിളായിട്ട്. എന്നാൽ രാഷ്ട്രീയപരമായുള്ള ഭരണം മൊത്തം എന്താ, പ്രൈം മിനിസ്റ്ററിൻ്റെയും പാർലമെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ ആണ്. അതാണ് ബ്രിട്ടൻ്റെ യുണീക്ക് കേസിൽ അതിനുള്ള ഒരു ഉത്തരം. ഇപ്പോൾ ഞാൻ പറയാമല്ലോ, ഇപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഒരു സംസ്ഥാനത്തിൽ എന്താണ്, ഗവർണറിൻ്റെ പോസ്റ്റ് ആവശ്യമില്ല, CM ആണല്ലോ ഭരിക്കുന്നത്. പക്ഷേ എന്താണ്, അത് യൂണിയൻ്റെ റെപ്രസെൻറ്റേഷനാണ്. സോ അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷനാണ്. പക്ഷേ അതുപോലുമല്ല, ഗവർണർ എന്ന് പറഞ്ഞാൽ മൊണാർക്ക് പോലെയല്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് എങ്ങനെയാണ് ഡിസ്റ്റിങ്ഷൻ വരുന്നതെന്നുള്ളത്. ഗവർണർ എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണ്. അത് അദ്ദേഹത്തിന് അതിൻ്റേതായ പവേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. സെറിമോണിയലൊന്നുമല്ല, ഒരു റബ്ബർ സ്റ്റാമ്പ് പോസ്റ്റൊന്നും അല്ല. പക്ഷേ ഒരു പർപ്പസ് ഉണ്ടല്ലോ, ഒരു യൂണിറ്റി നിലനിർത്തുക എന്നുള്ളത്. അതിൽ നമുക്ക് രണ്ടുപേരെയും ഇങ്ങനെ തുലനം ചെയ്ത് കാണുമ്പോൾ ഒരു സംശയം കുറച്ച് കുറയും. ഓക്കെ, അപ്പോൾ റിപ്പബ്ലിക് മനസ്സിലായില്ലേ. വേറൊരു എപ്പോഴും ഇപ്പോൾ യൂഷ്വലായിട്ട് സോഷ്യൽ മീഡിയ ക്രിറ്റിസിസത്തിലൊക്കെ ഞാൻ കാണുന്നൊരു ചോദ്യമാണ്, ഈസ് ദ പൊസിഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ മിയർലി എ സെറിമോണിയൽ വൺ ആസ് ഇറ്റ് ഈസ് വൈഡ്ലി ക്രിറ്റിസൈസ് ടു ബി? അതായത് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് പൊസിഷനാണോ, ഒരു
ഡമ്മി പൊസിഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാര്യം നമുക്കിവിടെ സംസാരിക്കാം. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹോൾഡ്സ് എ പൊസിഷൻ ദാറ്റ് ഈസ് പ്രൈമർലി സെറിമോണിയൽ ഇൻ ഡെയിലി ഗവർണൻസ്, ആക്ടിംഗ് ആസ് ദ ഫോർമൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഹൂസ് ഡിസിഷൻസ് ആർ ജനറലി മെയ്ഡ് ഓൺ ദ ബൈൻഡിങ് അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ക്യാബിനറ്റ്. പൊതുവേ എന്താണ് പ്രൈം മിനിസ്റ്ററിൻ്റെ ക്യാബിനറ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾക്കുള്ളൊരു ഒരു ഫോർമലൈസ് ചെയ്യാനുള്ളൊരു സെറിമോണിയൽ റോള് ഉണ്ട്. എന്നിരുന്നാൽ ഹവർ ദ റോൾ ഈസ് നോട്ട് മിയർലി സെറിമോണിയൽ. It carries significant discretionary powers that become crucial during political instability. ഈ വാക്കാണ് ഇമ്പോർട്ടൻറ്റ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, ഒരു പ്രശ്നം വരുമ്പോൾ, രാഷ്ട്രീയപരമായ പ്രശ്നം വരുമ്പോൾ പ്രസിഡന്റ് മുന്നിലോട്ട് വരേണ്ടി വരും. അതുവരെ പ്രൈം മിനിസ്റ്റർ എല്ലാവരും കാര്യങ്ങളും ക്യാബിനറ്റും ചെയ്യുന്ന ഭരണങ്ങൾക്കും എല്ലാം ഒപ്പിടലോ അങ്ങനെയുള്ള കാര്യങ്ങളോ സെറിമോണിയൽ റോളുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ യൂണിഫൈയിങ് പ്രസൻസ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, പ്രഥമ പൗരൻ അല്ലെങ്കിൽ പൗര എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, if a general election yields a hung parliament, no clear majority, the president uses personal judgment to select a potential prime minister capable of forming a stable government, a critical non-ceremonial decision that shapes the nation's leadership. അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രത്യേക ഇലക്ഷൻ്റെ ഒരു തൂക്ക് സഭ വരികയും അവിടെ ആരാണ് ഭരിക്കേണ്ടതിനെ സംബന്ധിച്ച് വളരെ വലിയൊരു സ്റ്റെയിൽമേറ്റ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റെയിൽമേറ്റ് രാജ്യത്ത് വരികയും ചെയ്യുമ്പോൾ പ്രസിഡൻറ്റിന് മുന്നോട്ട് വരികയും ഇടപെടേണ്ടി വരുന്ന ഒരു കാര്യം വരും. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് തീരുമാനിക്കാം ഹൂ ഈസ് ഫിറ്റ് ടു റൺ ദ ഗവൺമെൻറ് എന്നുള്ളത്, അല്ലേ. അപ്പോൾ ഹൂ ഈസ് ഫിറ്റ് ടു റൺ ദ ഗവൺമെൻറ് എന്നുള്ളപ്പോൾ എന്താ, ആ റോള് കേവലം ഒരു സെറിമോണിയൽ റോളാണോ? അല്ല എന്നുള്ളതും കൂടെ നിങ്ങൾ മൈൻഡിൽ വെക്കണം വെൻ വി ഡിസ്കസ് ദ ടേം റിപ്പബ്ലിക് വിച്ച് കംസ് ഇൻ പ്രിയാമ്പിൾ, അല്ലേ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജസ്റ്റിസ്, നീതി. സ്വാഭാവികം, എല്ലാവരുടെയും മൈൻഡിൽ വരും. ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും വേണം. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ, ആസ് ദ പ്രിയാമ്പിൾ ഇറ്റ് സെൽഫ് സജസ്റ്റ്, ജസ്റ്റിസ് ഓഫ് 3 ഡിസ്റ്റിങ്ക്റ്റ് ഫോംസ് ആർ എംബ്രേസ്ഡ്. പ്രിയാമ്പിൾ പറയുന്ന പോലെ സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ. സോഷ്യലും ഇക്കണോമിക്കും പൊളിറ്റിക്കലുമായിട്ടുള്ള ജസ്റ്റിസ്, നീതി നിർവഹണം അല്ലെങ്കിൽ നീതി ഇന്ത്യൻ സിറ്റിസൺസിന് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എൻഷുർ ചെയ്യുന്നുണ്ട്. സോഷ്യൽ എന്താ ഉദ്ദേശിക്കുന്നത്? സാമൂഹികമായ നീതി, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ സിറ്റിസൺസ് വിത്തൗട്ട് എനി സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, കളർ, റേസ്, റിലീജിയൻ, സെക്സ് ആൻഡ് സോ ഓൺ. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഇത് CCRRS, കാസ്റ്റ്, ജാതി, കളർ, വർണ്ണം, റേസ്, വംശം, റിലീജിയൻ, മതം, സെക്സ്, ജെൻഡർ, അല്ലേ, സെക്സ്, അദ്ദേഹത്തിൻ്റെ ലിംഗം, സോ ഓൺ, പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതും, മതം, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, പാഴ്സി, അതുമല്ല, റേസ്, വംശം അല്ല, കാസ്റ്റ്, ജാതി അല്ല, കളറല്ല, ഇതിനൊക്കെ പുറമെ എന്താ, ഒരു സാമൂഹിക നീതി കൊടുക്കണം. എന്നത് മാത്രമല്ല, ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന SC, ST, OBC വിമൻ, ഇവരുടെ ഉന്നമനവും ഈ സോഷ്യൽ ജസ്റ്റിസിൽ ഉൾപ്പെടും, അല്ലേ. പിന്നെ വരുന്നത് എന്താ, എക്കണോമിക്. സ്വാഭാവികം, എന്താണ്, നോൺ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. Also aims for the elimination of inequalities in wealth, income and property. A combination of social justice and economic justice denotes what is known as distributive justice. മനസ്സിലായി? എക്കണോമിക്കും സാമ്പത്തികമായിട്ടുള്ള വിവേചനം ഇല്ലാതിരിക്കുക, എലിമിനേഷൻ ഓഫ് ഇനീക്വാലിറ്റീസ് ഇൻ വെൽത്ത്, ഇൻകം ആൻഡ് പ്രോപ്പർട്ടി. സ്വത്ത് അല്ലെങ്കിൽ സമ്പാദ്യം അല്ലെങ്കിൽ വരുമാനം, ഇത്തരത്തിലുള്ള ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഇനീക്വാലിറ്റീസിനെ നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലേ. അത് മാത്രം അത് എന്താ പൊളിറ്റിക്കലായിട്ടും വരാറുണ്ട്. ഇപ്പോൾ പണ്ടത്തെ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്താൽ ഒരു പ്രത്യേക രീതിയിലുള്ള ടാക്സ് അടയ്ക്കുന്നവർക്കും പ്രോപ്പർട്ടി ഉള്ളവർക്കും മാത്രമാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ഉള്ളത്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ആയി. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ, നേരത്തെ പറഞ്ഞ സോഷ്യലും എക്കണോമിക്കലും ആയിട്ടുള്ള ജസ്റ്റിസിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് നടക്കുന്നത്. കാരണം എന്താ എക്കണോമിക്കലി ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി ഉള്ള പ്രശ്നത്തിൻ്റെ കൂടെ എക്സ്റ്റൻഷൻ ആയിരിക്കും, അല്ലേ. ഇപ്പോൾ കാസ്റ്റിൽ പുറകിൽ നിൽക്കുന്നവർക്ക് എക്കണോമിക്കൽ പ്രശ്നമുണ്ട് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിലാണല്ലോ നമുക്ക് പോസിറ്റീവ് അഫർമേഷൻ ഉള്ളത്, അല്ലേ. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിലാണ് നമുക്ക് എന്താണ് ഒരു അഫർമേഷൻ ഉള്ളത്, സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സസിനെ എക്കണോമിക്കലായിട്ട് കൂടെ മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഒരു എന്താ പറയുക കോമ്പിനേഷൻ വരുമ്പോഴാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നടക്കുന്നത്. പിന്നെ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഈക്വൽ ആക്സസ് ടു ഓൾ പൊളിറ്റിക്കൽ ഓഫീസ്, ഈക്വൽ വോയിസ് ഇൻ ദ ഗവൺമെൻറ്. അപ്പോൾ ഈ 3 കാര്യങ്ങളുടെയും ഒരു കോമ്പിനേഷനാണ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 3 ടൈപ്പ്. പിന്നെന്താ, ദ ഐഡിയൽ ഓഫ് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ റഷ്യൻ റവല്യൂഷൻ. അപ്പോൾ ഇതും ഓർത്തോടുക. നമ്മൾ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ ഓർക്കുക. എന്താണ് ദ ഐഡിയ ഓഫ് പൊളിറ്റിക്കൽ,
സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞത് റഷ്യൻ റവല്യൂഷൻ ഓഫ് 1917 ഓർക്കുക. പിന്നെ ലിബർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലിബർട്ടി എന്ന് പറഞ്ഞാൽ അതാ ഈ ഇക്വാലിറ്റിയും ഇതൊക്കെ ഉള്ളപ്പോഴും എൻ്റെ കാര്യങ്ങൾ എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എൻ്റെ തോട്ട്സ്, എൻ്റെ എക്സ്പ്രഷൻ, എൻ്റെ ബിലീഫ്, എൻ്റെ മോഡ് ഓഫ് വർഷിപ്പ് ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ലിബർട്ടി എനിക്കുണ്ട്. അതാണ് ലിബർട്ടി, പ്രിയാമ്പിളിലെ ലിബർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, അതിനുള്ള ലിബർട്ടി ഉണ്ട്. അപ്പോൾ ഈ ലിബർട്ടി എങ്ങനെയാണ് എൻഷ്വർ ചെയ്യുന്നത്? ഈ ലിബർട്ടി ഏതിലൂടെ എൻഷ്വർ ചെയ്യുന്നത്? ദെൻ കംസ് ദിസ് തിങ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങളാണ് എൻ്റെ ആ ലിബർട്ടി കാത്തു സൂക്ഷിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ദിസ് ലിബർട്ടി ഓഫ് ദ സിറ്റിസൺസ് ബൈ ബീങ് എൻഫോഴ്സബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ ഇൻ കേസ് ഓഫ് വയലേഷൻ. അതിൻ്റെ ലംഘനം ഉണ്ടായാൽ എനിക്ക് ആർട്ടിക്കിൾ 32 അനുസരിച്ച് എന്താ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഐ ക്യാൻ ഗോ ടു ദ സുപ്രീം കോർട്ട് ആൻഡ് ഫൈറ്റ് ഫോർ മൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ അതിനുള്ള അങ്ങനെയാണ് ലിബർട്ടി എന്ന് പറഞ്ഞ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് ഫ്രാറ്റേണിറ്റി ഇൻ അവർ പ്രിയാമ്പിൾ ഹാവ് ബീൻ ടേക്കൺ ഫ്രം ദ ഫ്രഞ്ച് റവല്യൂഷൻ. അതും നിങ്ങൾ ഓർത്തോളുക. പിന്നെ ദ ഈക്വാലിറ്റി, എല്ലാവർക്കും ഡെമോക്രസി പോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റ്, സമത്വം ഉണ്ടാവണം. ദ പ്രിയാമ്പിൾ സെക്യൂർസ് ടു ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഉള്ള എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ സ്റ്റാറ്റസിലും ഈക്വാലിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ എന്തെങ്കിലും അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ, അതിപ്പോൾ പബ്ലിക് എംപ്ലോയ്മെൻറ്റിലാണെങ്കിലും മറ്റുള്ള മുന്നോട്ട് കുതിക്കാനുള്ള അവസരങ്ങൾ ഒരു സ്റ്റേറ്റ് നമുക്ക് തരുമ്പോഴും അതിലും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ തന്നെ 3 ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്, സിവിക്കും പൊളിറ്റിക്കലും ഇക്കണോമിക്കും ആയിട്ടുള്ള ഈക്വാലിറ്റി. ഇതിൽ സിവിക് ഈക്വാലിറ്റി അതെന്താണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതൊക്കെ ആർട്ടിക്കിളുകളിലൂടെയാണ്, ടെക്നിക്കാലിറ്റിയിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ എന്താ പറഞ്ഞിട്ടില്ലേ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷ്യൂർസ് സിവിക് ഈക്വാലിറ്റി ത്രൂ ദ ഫോളോയിങ് പ്രൊവിഷൻസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളുകളിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെയാണ് സിവിക് ഈക്വാലിറ്റി വരുന്നത്. അത് ഏതൊക്കെ ആർട്ടിക്കിളുകളാണെന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ ഈക്വലാണ്. ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, റേസ്, റീജിയൻ, സെക്സ്, കാസ്റ്റ്. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ ഈക്വൽ ആവുന്നു. ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, റേസ്, റീജിയൻ, സെക്സ്, കാസ്റ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ. ആർട്ടിക്കിൾ 16 ഈക്വാലിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ഒരു അവസരമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോഴും എനിക്ക് ഈക്വാലിറ്റി വേണം. അതേതാണ്? ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17 എപ്പോഴും ഓർത്ത് വയ്ക്കണം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, പണ്ടുണ്ടായിരുന്ന ഫ്യൂഡൽ ടൈറ്റിൽസ്, സമീന്ദാർ, സാമന്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരു ടൈറ്റിൽസ് ഉണ്ടല്ലോ ഭരണപരമായ. ആ ടൈറ്റിൽസ്, രാജഭരണം അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ടൈറ്റിൽസിൻ്റെയൊക്കെ അബോളിഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത അതോറിറ്റീസിൻ്റെയൊക്കെ അബോളിഷൻ. ഇതൊക്കെയാണ് സിവിക് ഈക്വാലിറ്റി സോഷ്യൽ സെൻസിൽ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പൊളിറ്റിക്കൽ ഈക്വാലിറ്റി കൊടുക്കുന്നത് 2 ആർട്ടിക്കിളിലൂടെയാണ്, 365 326. 325 326 എന്ന് നിങ്ങൾ ഓർത്താൽ മതി. 325 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പേഴ്സൺ ഈസ് ടു ബി ഡിക്ലെയർഡ് ഇൻഎലിജിബിൾ ഫോർ ഇൻക്ലൂഷൻ ഇൻ ഇലക്ടറൽ റോൾസ് ഓൺ ഗ്രൗണ്ട് ഓഫ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ്റെ കാര്യങ്ങളിൽ വെച്ചു ഒരു മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ്, അത് നിയമം അനുശാസിക്കുന്ന ഏതാണോ. ഇപ്പോൾ നിയമം അനുശാസിക്കുന്ന 21 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെ, 18 വയസ്സിന് അങ്ങോട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ, മുകളിലോട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെ. അതിൽ മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ്റെയും ഒരു സാധ്യത അവിടെ ഉണ്ടാവില്ല. ആർട്ടിക്കിൾ 326 ആണെങ്കിൽ ഇലക്ഷൻസ് ടു ദ ലോക്സഭ ആൻഡ് ദ സ്റ്റേറ്റ് അസംബ്ലീസ് ടു ബി ഓൺ ദ ബേസിസ് ഓഫ് അഡൾട്ട് സഫറേജ്. ആ ഒരു കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇക്കണോമിക്കായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് 2 രീതിയിലേക്കാണ് അത് എൻഷ്വർ ചെയ്യുന്നത് ഈക്വാലിറ്റി. അതൊന്ന് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പിന്നെ ആർട്ടിക്കിൾ 39 ആർട്ടിക്കിൾ 39 അനുസരിച്ച് എന്താ പറയുന്നത്? ദാറ്റ് ദ സിറ്റിസൺസ് men and women equally have the right to an adequate means of livelihood. ആണിനും പെണ്ണിനും അവർക്ക് അനുയോജ്യമായ, അവർക്ക് വേണ്ടത്ര ജീവിത സാഹചര്യങ്ങൾ കൊടുക്കുന്ന തരത്തിലുള്ള ഉപജീവനം അർഹിക്കുന്നവരാണ് 2 പേരും. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് ക്ലോസ്, ദാറ്റ് ദർ ഈസ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ. തുല്യമായ ജോലിക്ക് തുല്യമായ ശമ്പളം മെന്നിനും വിമനും. ഇതിന് ഒരുപാട് ആർഗ്യുമെൻറ്റ്സും കണ്ടൻഷൻസും കൊണ്ടത് വേറെ കാര്യം. പക്ഷേ അതുകൊണ്ടാണ് DPSPയിൽ വരുന്നത്. മനസ്സിലായോ? എല്ലാ തരത്തിലും നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. വേരിയസ് മാർക്കറ്റ് ഫോഴ്സസ് ആർ അറ്റ് പ്ലേ. ഇപ്പോൾ നമ്മൾ സിനിമയിൽ നോക്കുമ്പോൾ നായകനും നായികയ്ക്കും ഒരേ ശമ്പളമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിലൊരുപാട് മറ്റു പല കാര്യങ്ങളുണ്ട്. പക്ഷേ പൊതുവിൽ സർക്കാരിൻ്റെ മൂവ്മെൻറ്റും ഇന്ത്യൻ ഭരണം
നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ഈ ഒരു പ്രിൻസിപ്പിൾ, അതിൽ മെന്നിനും വിമനും ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളത് ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ് ആ ഈക്വാലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് പ്രിയാമ്പിൾ ഉള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് എന്താ? ഫ്രറ്റേണിറ്റി. ഈ ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞ കാര്യം ഇതും എന്താണ്? എൻഫോഴ്സിബിൾ അല്ല, അല്ലേ? നിയമം കൊണ്ട് എൻഫോഴ്സിബിൾ അല്ല. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഫ്രറ്റേണിറ്റി ഈസ് എ ഫീലിംഗ്, എ സെൻസ് ഓഫ് ബിലോങ്ങിങ് വിച്ച് കനോട്ട് ബി ലീഗലി എൻഫോഴ്സ്ഡ് നോർ ഡിഫൈൻഡ്. സോ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആൻഡ് അത് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതോ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതോ ആയ ഒരു ഫീലിംഗ് അല്ല ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ. സാഹോദര്യം, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഇപ്പം ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു പതാക കാണുമ്പോൾ എനിക്കൊരു അഭിമാനം തോന്നുന്നു, ഞാൻ ഒരു ബ്രദർഹുഡിൻ്റെ ഭാഗമാണ്, അല്ല ഐ എം എ പാർട്ട് ഓഫ് ദിസ് ഗ്ലോറിയസ് നേഷൻ. അല്ലെങ്കിൽ ഞാൻ കേരളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നു. ആ സിംഗിൾ സെൻസ് ഓഫ് ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ഫ്രറ്റേണിറ്റി. അതുകൊണ്ട് തന്നെ നമുക്കത് നിയമപരമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മളത് വളർത്തിയെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലും കോമൺ ബ്രദർഹുഡ് വളർത്തിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പറയുന്നത്. ആ ഫ്രറ്റേണിറ്റി, ആ ഫ്രറ്റേണിറ്റിക്ക് രണ്ട് ഡയമെൻഷൻസ് ഉണ്ട്. അതിലൊരു ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. അങ്ങനെ ഒരു വ്യക്തിക്ക് ആ ഡിഗ്നിറ്റി കൊടുക്കുന്നതിലൂടെ ആ വ്യക്തി ആ ഒരു ഫ്രറ്റേണിറ്റിയുടെ ഭാഗമാകാൻ താല്പര്യപ്പെടുകയും ആ വ്യക്തി പിന്നെ രാഷ്ട്രത്തിൻ്റെ യൂണിറ്റിയും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും യൂണിറ്റിക്കും ഇൻറ്റഗ്രിറ്റിക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ആ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിയുടെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. മനസ്സിലായോ? അത് ഉറപ്പുവരുത്തുന്നത് നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പിലൂടെയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 51A നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പല കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിലൂടെ നമുക്കത് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. അതിൽ ജനങ്ങളും അതിനകത്ത് സഹകരിക്കണം. ഇപ്പോൾ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, ആ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ വാക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇൻറ്റഗ്രിറ്റിയും 1976 അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്ന വാക്കാണ്. അതിന് 2 ടൈപ്പ് ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് ടെറിട്ടോറിയൽ, നമ്മുടെ ടെറിട്ടറി, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ടെറിട്ടറി, അതിൻ്റെ അതിരുകൾ, അതിൻ്റെ ഘടകങ്ങൾ, അതിലെ സംസ്ഥാനങ്ങൾ, അല്ലേ, അതിൻ്റെ കടലതിർത്തി, അതിൻ്റെ വായു അതിർത്തി, അതിൻ്റെ ഭൂമിപരമായ അതിർത്തി. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 1 അതാണ് പറയുന്നത്, ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അതിൻ്റെ സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്. അപ്പോൾ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിക്ക് 2 ഫാക്ടർ ഉണ്ട്, ടെറിട്ടോറിയൽ ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്. സൈക്കോളജിക്കൽ എന്താ? അനിഹിലേഷൻ ഓഫ് കമ്മ്യൂണലിസം, റീജിയണലിസം, കാസ്റ്റിസം, ലിംഗ്വിസം, സെസഷനിസം. കമ്മ്യൂണലിസം വർഗീയത, റീജിയണലിസം പ്രാദേശികവാദം, കാസ്റ്റിസം ജാതിവാദം, ലിംഗ്വിസം ഭാഷാവാദം, സെസഷനിസം വിഘടനവാദം. ഇതൊക്കെ നമുക്ക് പ്രശ്നമല്ലേ? കമ്മ്യൂണലിസത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ, റീജിയണലിസത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. എക്സാമ്പിൾ എടുക്ക്, ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ പല മൂവ്മെൻറ്റ്. ഖാലിസ്ഥാനും നോർത്ത് ഈസ്റ്റ് മൂവ്മെൻറ്റ് നമ്മൾ സെസഷനിസത്തിലാണ് വെക്കേണ്ടത് കേട്ടോ. റീജിയണലിസം എന്താ? റീജിയൻ്റെ പേര് പറഞ്ഞ് കുറച്ച് അങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത്. കർണാടകയിൽ വന്നിട്ട് ഇത് പറയാൻ പാടില്ല, തമിഴ്നാട്ടിൽ വന്നിട്ട് അത് പറയാൻ പാടില്ല, മഹാരാഷ്ട്രയിൽ വന്നിട്ട് ഇത് പറയാൻ പാടില്ല. അത് തന്നെ ലിംഗ്വിസമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. കാസ്റ്റിസം, ഓണർ കില്ലിങ്സ്, സെസഷനിസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖാലിസ്ഥാൻ വിഘടനവാദം, LTT വിഘടനവാദം, നോർത്ത് ഈസ്റ്റിലെ വിഘടനവാദം, ലഡാക്കിൻ്റെ വിഘടനവാദം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് മാറ്റണമെങ്കിൽ എല്ലാവർക്കും ആ യുണീക്ക്നെസ് ഓഫ് ഫീലിംഗ് വരണം. നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ട് ചൈനക്കാരനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒബ്വിയസ്ലി അവനൊരു സെസഷനിസ്റ്റിക് മെൻ്റൽ സ്റ്റേറ്റ് വരില്ലേ? അവിടെയുള്ള അത്തരത്തിലുള്ള ആൾക്കാർ ആ ഒരു ഫീലിംഗ് മുതലെടുത്തിട്ടാണ് ആ ടെൻഡൻസി കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ ഈ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് കൊണ്ടുവരണം. അപ്പോഴാണ് ടെറിട്ടോറിയൽ ആസ്പെക്റ്റ് വരുന്നത്, അപ്പോഴാണ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി വരുന്നത്. മനസ്സിലായോ? അതാണ് ഫ്രറ്റേണിറ്റി എന്നുകൊണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫ്രറ്റേണിറ്റി ഇമ്പോർട്ടൻ്റ് ആയ വാക്കാണ് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അപ്പോൾ ഏകദേശം ഇത്രയാണ് വാക്കുകൾ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇത്രയാണ്. പിന്നെ ഒരു നോട്ടബിൾ റെഫറൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ ഏണസ്റ്റ് ബേക്കർ എന്ന് പറഞ്ഞൊരു എമിനൻറ്റ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 1951 ഒരു ബുക്കുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറി. അപ്പോൾ 1951 വന്നതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന എല്ലാം എഴുതി കഴിഞ്ഞ ഏറ്റവും അവസാനം വന്നൊരു ഭാഗമാണ്. മനസ്സിലായോ? അവസാനം വന്നൊരു ഭാഗമാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ഒരു എന്താ എഴുതി വെക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ വന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1951 ആ അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വന്ന ബുക്കായ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറിയിൽ അദ്ദേഹം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കോട്ട് ചെയ്തു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ. ആര്? ഏൺസ്റ്റ് ബേക്കർ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർ ഏണസ്റ്റ് ബേക്കർ, ആൻ എമിനൻറ്റ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഫ്രം ഇംഗ്ലണ്ട്,
quoted the preamble of the Indian Constitution at the opening of this book written by him. അപ്പോൾ അത് നിങ്ങളൊന്ന് കുറിച്ച് വയ്ക്കുക, മനസ്സിൽ വയ്ക്കുക. ഏത് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഏത് ബുക്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ കോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സർ ഏണസ്റ്റ് ബേക്കറാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറിയാണ് 1951 വന്നത്. ഓക്കെ, ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ പ്രിയാമ്പിളിലെ എല്ലാ വാക്കുകളെക്കുറിച്ചും ചർച്ച ചെയ്തു, എല്ലാ അതിൻ്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചും നിങ്ങൾക്ക് ചർച്ച ചെയ്ത് മനസ്സിലായി. ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ അന്ന് നമുക്ക് പ്രിയാമ്പിൾ ഉള്ള കാലത്ത് തൊട്ട് ഇന്നത്തെ കാലത്ത് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗോൾഡൻ ക്വസ്റ്റ്യൻ, ഒരു സുവർണ്ണ ചോദ്യമാണ്, ഈസ് പ്രിയാമ്പിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ നോട്ട് അല്ലേ എന്നത്. കാരണം എന്താ, പ്രിയാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുറച്ച് തത്വചിന്തകളാണ് അതിനകത്ത്. എങ്ങനെയൊക്കെ കാര്യങ്ങളാവണം, ഇങ്ങനെയൊക്കെ ഉണ്ടാവണം. ഇപ്പോൾ ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞ വാക്ക് അത് ലീഗലി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആർട്ടിക്കിൾ 368 എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യേണ്ടത്, അതിന് 2 ടൈപ്പ് പ്രത്യേക മെജോറിറ്റി എന്തൊക്കെയാണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡൗൺ ടു ദ ലാസ്റ്റ് ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രറ്റേണിറ്റി എഴുതി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗം, ഒരു തത്വചിന്താപരമായ പവർ കൊടുക്കുന്ന പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ടുള്ളത് ഇന്ത്യയിലെ കോടതികളിലാണ്. അങ്ങനെ കോടതികളിൽ ചോദിക്കപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ഇൻസ്റ്റൻ്റ് ആണ് 1960 ബെരുബാരി യൂണിയൻ കേസ്. അപ്പോൾ ഈ ബെരുബാരി യൂണിയൻ കേസ് എന്ന് വെച്ചാൽ അത് നിങ്ങൾ മാപ്പ് കണ്ടോ? ബെരുബാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ ജൽപൈഗുരി എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അവിടെ വരുന്നൊരു സ്ഥലമാണ് ഈ ബെരുബാരി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനെയും ഡിവൈഡ് ചെയ്ത് സർ റാഡ്ക്ലിഫ് ഒരു ലൈൻ വരച്ചിട്ട് പോയി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളാണ് അതിൻ്റെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ സംഭവിച്ചത് എന്ന് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശ്, 1971 നമ്മൾ യുദ്ധം ചെയ്ത് അത് ബംഗ്ലാദേശായിട്ട് ലിബറേറ്റ് ചെയ്തു. ഇന്നത്തെ ബംഗ്ലാദേശിൽ ജൽപൈഗുരി എന്ന് പറഞ്ഞ ഭാഗത്ത് ഉള്ള കുറച്ച് പാഴ്സൽസ് ഓഫ് ലാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂടുതലും അങ്ങോട്ട് കൊടുക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആയിരുന്നു അതിന് അങ്ങനെ ഒരു റെസൊല്യൂഷൻ അവിടെ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1958 ജവഹർലാൽ നെഹ്റുവും ഫിറോസ് ഖാൻ നൂണും തമ്മിൽ, പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വന്നു. അതാണ് 1958 നെഹ്റു നൂൺ എഗ്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ എഗ്രിമെൻറ്റ് അതിന് എതിരെ അന്ന് വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. കാരണം ഒബ്വിയസ്ലി ഇന്ത്യൻ യൂണിയനിലെ ടെറിട്ടറി പാകിസ്ഥാന് കൊടുക്കുന്നൊരു സംഭവമാണല്ലോ. ഒബ്വിയസ്ലി വലിയൊരു ഹീറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കോടതിയിലെത്തി. അപ്പോൾ കോടതിയിൽ വരുമ്പോൾ ഇത് 2 ആർട്ടിക്കിളുകൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റായി. ഒന്ന് ആർട്ടിക്കിൾ 3, പിന്നെ 368. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 3-നകത്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്ഥലങ്ങൾ സീഡ് ചെയ്യുന്നതും വിട്ടുകൊടുക്കുന്നതും ചേർക്കുന്നതും തമ്മിലുള്ള പ്രൊവിഷൻസ്. അപ്പോൾ ഈ പ്രൊവിഷൻ യൂസ് ചെയ്തിട്ടാണ് എന്താ നമുക്കിത് നോട്ടിഫൈ ചെയ്യേണ്ടത്, ഇങ്ങനെ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ വന്ന എതിർവാദം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രിയാമ്പിളിലുള്ള ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, അതിൻ്റെ ഒരു കാര്യങ്ങൾക്ക് പ്രിയാമ്പിളിനെതിരാന്നല്ല അത് വന്നത്, അത് ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പക്ഷേ ബേസിക്കലി ആ ബേസിക്കായുള്ള ഭരണഘടനയും രാജ്യത്തിൻ്റെ സ്ട്രക്ചറിനും എതിരാണ് എന്ന് കോടതിയിൽ വന്നു. കോടതി അപ്പോൾ റൂൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 3 ഉപയോഗിച്ചുകൊണ്ട് ഈ ടെറിട്ടറി ഇങ്ങനെ കൊടുക്കുന്ന ഇതും തെറ്റാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൽ തെറ്റാണ്. നിങ്ങൾ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് ഒരു അമെൻമെൻറ്റിലൂടെ മാത്രമേ അത് നടക്കുള്ളൂ എന്നുള്ളൊരു നിരീക്ഷണം നടത്തുകയുണ്ടായി. ഈ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് 1960 ഈ ബെരുബാരി കേസിൻ്റെ ജഡ്ജ്മെൻ്റായിട്ട് പറയുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 9th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ജവഹർലാൽ നെഹ്റു സർക്കാർ കൊണ്ടുവരികയും തുടർന്ന് ഇത് നടപ്പിലാക്കുകയൊക്കെ ചെയ്തു. 9th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അതിനനുസരിച്ച് വടക്കൻ ബെരുബാരി, തെക്കൻ ബെരുബാരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെയാണ്. അത് കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യമാണ്, നമുക്ക് വേറെ ഈ കേസ് ചർച്ച ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞത് പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗം അല്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇത് ബാധകമാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ബെരുബാരി യൂണിയൻ കേസ് ഓഫ് 1960 എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞത് പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. പിന്നെ വന്ന കാര്യം നിങ്ങൾക്കറിയാം, 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് അത് നേരെ തിരിച്ചിട്ടു. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഗീവ്സ് ഇറ്റ് ബേസിക് സ്ട്രക്ചർ. അതുകൊണ്ട് അമെൻഡ് ചെയ്ത് മാറ്റുമ്പോഴും ഈ ബേസിക് സ്ട്രക്ചർ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അമെൻമെൻറ്റുകൊണ്ടുള്ള മാറ്റങ്ങളെ പറ്റുള്ളൂ
പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം തന്നെയാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് പിന്നെ നമ്മളിങ്ങോട്ട് എന്താണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിധികളും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രിയാമ്പിൾ ഭാഗമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുചോദ്യങ്ങളും റിവിഷൻസും അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഒരുപാട് എപ്പോഴും നടക്കുന്നുണ്ട്. സോ ആസ് ഓഫ് നൗ ദ സ്റ്റാറ്റസ് കോ പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ബേസിക് സ്ട്രക്ചറാണ്. ആ ബേസിക് സ്ട്രക്ചറിനെ അലൈൻ ചെയ്തുകൊണ്ടായിരിക്കണം അമെൻമെൻറ്റ് പാർലമെൻറ്റ് അതിൻ്റെ സർവാധികാരം ഉപയോഗിക്കുമ്പോഴും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ദ പ്രിയാമ്പിൾ ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി സോ ഫാർ once in 1976 by the 42nd Amendment Act, which added 3 new words. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി ടു ദ പ്രിയാമ്പിൾ. പ്രിയാമ്പിളിലോട്ട് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ ആഡ് ചെയ്തതാണ് 1976 42nd അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ചാണ് എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് 42nd അമെൻമെൻറ്റ് ആക്ടിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ലെക്ചറിൽ നമ്മൾ ഒരുപാട് സമയത്ത് ഈ 42nd അമെൻമെൻറ്റ് ആക്റ്റും 1976ഉം നമ്മളെന്തിനാ നാഷണലൈസേഷൻ, ബാങ്കിൻ്റെ നാഷണലൈസേഷൻ വരെ പറഞ്ഞല്ലേ പ്രിയാമ്പിളിൽ എന്തുവാ സോഷ്യലിസ്റ്റിക് ടെൻഡൻസിയെക്കുറിച്ച് പറയാൻ വേണ്ടി. അപ്പോൾ അത്രത്തോളം പ്രിയാമ്പിളുമായിട്ട് കൂട്ടിക്കെട്ടി കിടക്കുന്ന ഒരു ചരിത്ര ഫാക്റ്റാണ് 1976 എന്ന് പറഞ്ഞ വർഷം. എമർജൻസിയുടെ ബാക്ക് ഡ്രോപ്പ്, 42nd അമെൻമെൻറ്റ്, ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ ഭരണാധികാരി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രിയാമ്പിളിനെ കുറിച്ചുള്ളത്. ഇനി ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തതിൽ നമ്മൾ അടുത്ത പേജിലോട്ട് പോവുകയാണ്. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന് പറഞ്ഞ പേജിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും നോട്ടുകൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.